ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ബിനു പാസ്റ്റർ, ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന തുളസി പാസ്റ്റർ, വേദിയിൽ ധാരാളം ദൈവദാസന്മാരുണ്ട്. വ്യക്തിപരമായിട്ട് പരിചയം വളരെ കുറവാണ്, കുറച്ച് പേരെ അറിയാം. ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് മാത്യു ആൻഡ്രു പാസ്റ്ററെയാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും സംഗീത ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ പരിചയമുള്ളവരാണ്. അതുപോലെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന മറ്റ് ദൈവമക്കൾ, വേദിയിൽ ഒത്തിരി കർത്തൃദാസന്മാരുണ്ട്. ഞാൻ വേദി നിറച്ച ദൈവദാസന്മാരാണ്. ഈ ശബ്ദപരിധിയിൽ വചനം കേൾക്കുന്നവർ ഇതൊരു ലൈവ് പ്രോഗ്രാമാണ് എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏതൊക്കെയോ നാട്ടുകളിലിരുന്നു കൊണ്ട് ഇതിന് സമയം കണ്ടെത്തി വചനം കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. യോഗവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം, 1-2 വാക്യങ്ങൾ കൂടെ പിന്നാലെ വായിക്കേണ്ടതുകൊണ്ട് ആദ്യം വായിക്കുന്ന ആൾ അതിന് തയ്യാറായിരുന്നാൽ നല്ലതാണ്. 19-ന്റെ 30-ാമത്തെ വാക്യം വായിക്കും. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വർഗീയപിതാവേ, വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുറച്ച് സമയം വൈകിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ തുടങ്ങിയത്. ഇന്നലെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത്, ഞങ്ങൾ ഒരേ ടീമിൽ, അടൂരുള്ള ജെറുസലേം ഗോസ്ബൽ ടീമിലെ പ്രഭാഷകരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ എൻ്റെ സുഹൃത്താണ് അജി ഐസക് പാസ്റ്റർ. ഇന്നലെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട് വചനം നമുക്ക് തന്നു. ഇന്ന് അല്പം വൈകിയാണ് യോഗങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. എത്ര വൈകി ആരംഭിച്ചാലും നേരത്തെ നിർത്തുന്നതാണ് നമുക്കിഷ്ടമെന്ന് എനിക്കറിയാം. കർത്താവ് ഇത്രത്തോളമൊക്കെ നമ്മെ സഹായിച്ചല്ലോ. വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ മുൻപിലുണ്ട്. അവരിങ്ങനെ തുള്ളിച്ചാടുന്നും കളിക്കുന്നൊരു സന്തോഷമാണ്. എന്നാലും എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതുകൊണ്ട് അവരെ ഒന്ന് നന്നായി പരിശീലിപ്പിക്കാനായിട്ട് അതിൻ്റെ മാതാപിതാക്കൾ ശ്രമിക്കുമല്ലോ. നല്ല പാട്ടുകളൊക്കെ ഇന്ന് പാട്ടുകാരൊക്കെ നല്ല പാട്ടുകാരാണ്. പക്ഷേ ഒത്തിരി സമയം അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. എനിക്കറിയാവുന്ന പാട്ടുകാരാണ്. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് തിരിയാം. യോഹന്നാൻ്റെ സുവിശേഷം 19:30 ക്രൂശിലെ മൊഴികൾ എന്നറിയപ്പെടുന്ന ഒരു മൊഴിയാണ്. കഷ്ടാനുഭവ ആഴ്ചയുടെ സമയത്ത് നമ്മുടെ ദേവാലയങ്ങളിൽ, ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ യേശുവിൻ്റെ കുരിശിലെ മൊഴികൾ 7 എണ്ണം 7 ദിവസം കൊണ്ടിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും ശക്തമായി, ഏറ്റവും വ്യക്തമായി പറഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മൊഴിയാണ് നിവൃത്തിയായി. മൂലഭാഷയിൽ ടെറ്റലിസ്റ്റായി എന്ന് പറയും. അവിടെ കാണുന്ന 1-2 മുഖവുരകൾ ഓർപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കാം. 1, മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷത്തിലും ഈ പദമില്ല. യോഹന്നാനിൽ മാത്രമാണ് ഈ പദമുള്ളത്. എന്തുകൊണ്ടാണ് മറ്റാരും പറയാത്ത ഈ പദം യോഹന്നാൻ വ്യക്തമായി എഴുതിയത്? നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു പ്രാണനെ വിട്ടത്. മറ്റു 3 പേരും പറഞ്ഞു നിലവിളിച്ചുകൊണ്ടാണ് പ്രാണനെ വിട്ടത്. എന്താണ് ഈ പ്രശ്നം? 3 സുവിശേഷങ്ങൾ, മറ്റൊന്ന് യോഹന്നാൻ വേറൊരു രീതിയിൽ. ഉത്തരം നമുക്കറിയാമല്ലോ. വേദപുസ്തകം പഠിക്കുമ്പോഴറിയാം, ഗതസമ്പന്ന മുതൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അകന്നുപോയി. അകലം വിട്ട് അനുഗമിച്ച മർക്കോസ് അടക്കം അതിനകത്ത് വരും.
അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ മത്തായിയോ മർക്കോസോ ലൂക്കോസോ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആധികാരികമായ തെളിവുകൾ നിരത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷേ യോഹന്നാൻ കുരിശിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. അർത്ഥം, ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക് ഏത് കാര്യവും ഒരു നിലവിളിയായിട്ടേ തോന്നും. നമ്മുടെ യോഗം പോലും അങ്ങനെയാണ്. ഇവിടെ നല്ല പാട്ടുകളാണ് അവർ പാടിയത്, നമുക്കത് മനസ്സിലായി, മലയാളത്തിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അവർ അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിച്ചു. അപ്പം അത് ദൂരേന്ന് കേൾക്കുന്നവർ പറയും, എന്ത് ബഹളമായവരുടെ യോഗത്തിൽ, ഇരിക്കാൻ മേലാത്ത ശബ്ദമാണെന്ന് പറയും. ഒരു കാലത്ത് ഇതൊക്കെ ഞാനും ദൂരെ നിന്ന് കേട്ടവരാണ്, നമ്മളൊക്കെ ദൂരെ നിന്ന് കേട്ടവരാണ്. അന്ന് ഇതൊക്കെ ഒരു ബഹളമായിരുന്നു. പക്ഷേ എന്ന് കുരിശിൻ്റെ ചുവട്ടിൽ വന്നോ അന്ന് മുതൽ മനസ്സിലായി, ഇതൊരു ബഹളമല്ല, ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു ദൈവിക അരുളപ്പാടാണ് എന്ന് മനസ്സിലാക്കാനിടയായി. ആദ്യത്തെ വിലപ്പെട്ട കനപ്പെട്ട ദൂത് ഞാൻ ദേശത്തിന് കൈമാറുന്നു. സുവിശേഷ യോഗം അകലെ നിന്നുകൊണ്ട് വിലയിരുത്തേണ്ട ഒന്നല്ല, അടുത്തു വന്ന് അനുഭവിക്കേണ്ട ഒന്നാണ്. വരുന്ന ആളുകളിൽ നടക്കുന്ന സുവിശേഷ യോഗത്തിലൊക്കെ കുരിശിൻ്റെ ചുവട്ടിൽ വരാൻ ഈ ദേശത്തെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. രണ്ടാമതൊരു ചിന്ത ഞാൻ പറയുന്നത് ഉറക്കെ എന്നുള്ളതാണ്. എന്തിനാണ് ഈ ഉറക്കെ പറയുന്നത്? ഞാൻ മൈക്കെടുക്കുമ്പോൾ ആദ്യം വളരെ സാവധാനത്തിലാണ് പറയുന്നത്. അങ്ങനെ സാവധാനം പറഞ്ഞുകൊണ്ട് ഒരു ഗുണമുണ്ട്, എന്തോ ഒരു വെച്ച് വെക്കാൻ മാത്രമേ ഒരു കുട്ടി വെച്ചിട്ടുണ്ട്. പാസ്റ്ററിനെ ഒരു സഹായി ഒരു ഹെൽപ്പ് ചെയ്താണ് കുറച്ചും കൂടെ ശബ്ദം. നമുക്കറിയാമല്ലോ നമ്മുടെ ശബ്ദം ഇങ്ങനെ തുടങ്ങുന്നത് വളരെ പതുക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ സകല വിടും എന്ന് നമുക്കറിയാമല്ലോ, അവർക്കും അറിയാമത്. അന്നേരം അവരങ്ങനെ അറ്റൻഷൻ ഇട്ടിരിക്കുകയാണ്, കൂടി വരുമ്പോൾ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവിക. സത്യത്തിൽ എനിക്കിങ്ങനെ കണ്ടമാനം ഉറക്കെ പറയുന്നൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും പണ്ടുമില്ല ഇപ്പോഴുമില്ല. പക്ഷേ പറഞ്ഞു പോവുകയാണ്. ഓരോ മീറ്റിങ്ങൊക്കെ ഓർക്കുക. ഓരോ മാസത്തിൽ 30 ദിവസത്തിൽ 45-47 മീറ്റിങ്ങിന് പ്രസംഗിക്കുമ്പോൾ ഇന്നലെ പകലും രാത്രിയും കൂടെ 5.5 മണിക്കൂറാണ് പ്രസംഗിച്ചത്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ തോന്നി പറഞ്ഞു പോവുകയാണ്. എന്താണ് ഈ പറഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം എന്നറിയാം? സഖാവ് EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് കേൾക്കാത്ത മലയാളികൾ കാണത്തില്ല. ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണാങ്കണത്തിൻ്റെ വീതിയിൽ ഇറങ്ങിയ ചെമ്പടയുടെ സമർത്ഥനായ സാരഥി എന്ന് ഒത്തിരി ആളുകൾ നെഞ്ചിലിറ്റിൽ ആളിക്കുന്ന ആ മഹാനുഭവാൻ ഒരിക്കൽ ഒരു കാൽനട പ്രചരണ ജാഥയിൽ സംസാരിക്കുവാൻ തൻ്റെ അംബാസഡർ കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു ജംഗ്ഷൻ, ഒരു വലിയ സിറ്റി എത്തിയപ്പോൾ ആ കാറ് ഒരു ജാഥയിൽപ്പെട്ടു. കാറ് ബ്ലോക്കായി. അപ്പോൾ റോഡ് സൈഡിൽ നിന്നൊരു ഉപദേശി പ്രസംഗിക്കുന്നു. കണ്ടിട്ടില്ലേ നമ്മളെപ്പോലെ ഉപദേശിമാരൊക്കെ? നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നുമല്ല, ആയിരക്കണക്കിന് ആളുകളൊക്കെ ഉള്ളിടത്തെ ചെല്ല് പ്രസംഗിക്കത്തുള്ളൂ. എന്നാൽ വഴിയിലിരുന്ന് പ്രസംഗിക്കുന്ന ഉപദേശിമാരാണ് ബഹുമാനിക്കപ്പെടേണ്ട ഉപദേശിമാർ. ഞാനൊക്കെ ഇങ്ങനെ കാറ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നിർത്തി ഒരു ചായയും നാരങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റൊക്കെ ഞാനും സംസാരിച്ച് പോകുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അറിയാമല്ലോ, തിരുവല്ല ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാകും. അവരെ ആരും ശ്രദ്ധിക്കാറില്ല. അവരെ അടുത്ത ആളുകളിൽ വന്നിച്ചിങ്ങനെ നോക്കി പോകും. ആ നോക്കി പോകുന്നതിൻ്റെ പേരാണ് പുച്ഛം എന്ന് പറയും തന്നെ മലയാള ഭാഷയിൽ. വേറൊരു ഭാഷയുണ്ട് പുഞ്ഞം. സുകുമാർ അഴിക്കോടിൻ്റെ ഭാഷയാണ് പുഞ്ഞം. അതെന്താണെന്ന് പറയാം. ഈ അടുത്തുകൂടെ പോകുന്ന സമയത്ത് നമ്മൾ നോക്കിച്ചു പോകുന്നതിൻ്റെ പേരാണ് എന്തോന്ന്? പുച്ഛം. ഒരു 100 മീറ്റർ മാറി നിന്നിട്ട് നമ്മൾ നോക്കി നിൽക്കും, അതിൻ്റെ പേരാണ് പുഞ്ഞം എന്ന് പറഞ്ഞാൽ ഊളൻ വട്ടൻ, ഇവന് വേറെ വഴിയൊന്നുമില്ല, നട്ടപ്പുറ വീലത് ചുമ്മാ നിന്നുകൊണ്ട് വഴിയിൽ മനുഷ്യ ശല്യപ്പെടുത്താൻ. ആ നോട്ടത്തിൻ്റെ പേരാണ് എന്തോന്ന്? പുഞ്ഞം. അപ്പം അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത യോഗത്തിൽ സഖാവ് EMS നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിൻ്റെ ഗ്ലാസ് പതുക്കെ താഴ്ത്തി ശ്രദ്ധിച്ചോട്ടിരുന്നു. ഒരാൾ വചനം പ്രസംഗിക്കുന്നു എന്ന് കേൾക്കുന്നു എന്ന് മനസ്സിലായി ഉപദേശി വിട്ടുകൊടുത്തില്ല. ശക്തമായ അദ്ദേഹം EMS നമ്പൂതിരിപ്പാടിനോട് സുവിശേഷം പ്രസംഗിച്ചു. EMS ആണെന്ന് പുള്ളിക്കറിയത്തില്ല. പ്രസംഗമെല്ലാം കഴിഞ്ഞു, ജാഥ മാറിപ്പോയി, ബ്ലോക്ക് കെട്ടഴിഞ്ഞു, വണ്ടി മുന്നോട്ട് പോയി.
അടുത്ത മാസത്തെ ചിന്ത എന്ന് പറയുന്ന വാരികയിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രഭാഷകരായ ഞങ്ങൾക്കൊക്കെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട മനോഹരമായൊരു വാചകം പുറത്തു വന്നു. അതിങ്ങനെയാണ്: ക്രിസ്തു എന്നത് സത്യമത്രേ, സങ്കല്പമത്രേ എന്ന് തിട്ടമായി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്തോ സമ്മതിക്കുന്നു? ഞങ്ങൾക്കൊക്കെ 10 അക്ഷരം അനർഗളമായി സംസാരിക്കണമെങ്കിൽ കാൽനട പ്രചരണ ജാഥ കവലയിൽ അവസാനിക്കണം. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ ഇൻകുലാബ് സിന്ദാബാദിൻ്റെ വിളികൾ അന്തരീക്ഷത്തെ മുഖരിതമാക്കുമ്പോൾ ഞങ്ങളുടെ പേര് വിളിക്കും പ്രസംഗിക്കുവാൻ. ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ആർഭാടം അതിൻ്റെ അത്യുച്ചകോടിയിലെത്തും. ഹാരാർപ്പണങ്ങൾ കൊണ്ട് ശിരസ് കുനിഞ്ഞുപോയ മാലകളൊക്കെ എടുത്തു മാറ്റി മൈക്ക് പിടിച്ച് കുലുക്കുമ്പോഴേക്കും ആളുകളുടെ ആരവാരം കേൾക്കുമ്പോഴാണ്, അടങ്ങാത്ത ആവേശം കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് 10 അക്ഷരം പറയാൻ ആവേശമുണ്ടാകുന്നത്. പക്ഷേ ഈ ഉപദേശി അദ്ദേഹം പറയുക, ഒരാൾ പോലും കേൾക്കാനില്ലാതിരുന്നിട്ടും കേൾക്കുന്നവർ പുച്ഛിച്ചു കൊണ്ടുപോയിട്ടും ഇത്ര ഉറക്കെ ഇയാൾ യേശുവിനെ പ്രസംഗിക്കണമെങ്കിൽ യേശു ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ അയാളുടെ ഉള്ളിൽ ഊറി ഉറച്ച ഒരു സത്യമില്ലെങ്കിൽ ഇത്ര ഉറക്കെ പറയാൻ തൻ്റെ ഇടമുണ്ടാകത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ചേർത്ത് പറയട്ടെ, ഇത്ര ഉറക്കെ പറയേണ്ടി വരുന്നത് ഞങ്ങൾ പറയുന്നതൊരു സത്യമായതുകൊണ്ടാണ്. സങ്കല്പമായിരുന്നുവെങ്കിൽ ചെഞ്ചായം പൂശി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാമായിരുന്നു. പക്ഷെ ചങ്ക് കീറി പറയുകയാണ്, ഇന്ന് രാത്രിയിൽ സുവിശേഷം സത്യമാണ്. കലർപ്പില്ലാത്ത ഈ ദൈവത്തിന്റെ വചനം അടിവരയിട്ട് ആധികാരികമായി അവതരിപ്പിക്കുവാൻ അവസരം തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ആഴത്തിലേക്ക്, എനിക്ക് പ്രകാശിപ്പിച്ച് തന്നതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുക. എൻ്റെ പാസ്റ്റർ പറഞ്ഞായിരുന്നു സെക്കൻഡ് കമ്മിങ് ഒക്കെ പറയും. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ഒരു പുസ്തകം എഴുതി ഞാൻ 8 വർഷത്തെ പണിയെടുത്തിട്ട് പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ ചുമന്നുകൊണ്ട് വരാനുള്ള ഭാരക്കൂടുതൽ കൊണ്ട് ഞാൻ ബസ്സിനാണ് വന്നത്. ദൂരല്ലേ 4 പുസ്തകമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 450 രൂപ വിലയുള്ള ഒരു വലിയ പുസ്തകം. ഒരെണ്ണം പാസ്റ്റർ വാങ്ങി, 3 എണ്ണം പിറകിലുണ്ട്. അത് മാത്യു പാസ്റ്റർ ഒരെണ്ണം പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ പോയിട്ട് 2 എണ്ണേ കാണത്തുള്ളൂ. ദേവദാസന്മാർക്ക് 350 ആഴ്ചകളിൽ സഭകളിൽ 3 വർഷം ക്ലാസ് എടുക്കാവുന്ന വിധത്തിലുള്ള മനോഹരമായ ഒരു പുസ്തകമാണ്. വിവരണം കുറയ്ക്കുന്നു, വചനത്തിലേക്ക് വരുന്നു. യേശു എന്തിനാണ് ഉറക്കെ പറഞ്ഞത്? ഉത്തരം ദൂരെയുള്ളവർ കേൾക്കാനാണ്. ആരാ ദൂരെയുള്ളവർ? 3 ലോകങ്ങൾ കേൾക്കാനാണ്. ഏതാ 3 ലോകം? കനോട്ടിക് പാസേജ് എന്ന വേദശാസ്ത്രം വിളിക്കുന്ന ഒരു വേദഭാഗം ബൈബിളിലുണ്ട്. അത് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയാണ്. അവിടെയാണ് 3 ലോകങ്ങൾ. എന്താ 3 ലോകം? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ശ്രദ്ധിക്കൂ, 1-ാമത്തെ വാക്ക്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കും. ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. ആ വാക്യം തീരുന്ന കേട്ടോളം, മരണത്തോളം. എല്ലാവരും മരിക്കുമല്ലോ, അതിനെന്താ അസ്വാഭാവികത? അടുത്ത അസ്വാഭാവികത കണ്ടോളം, ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴ്ന്ന വരാനുമില്ല. രണ്ടും കൂടെ ഞാൻ ചേർത്ത് വെക്കുന്നു. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ ഉയരത്തിൽ ഇരിക്കാനില്ല, ഇതിൽ കൂടുതൽ ഒരാൾ താഴാനുമില്ല. ഇത്രയും ഉയരത്തിലിരുന്ന ഒരാൾ ഇത്രയും താഴോട്ട് വന്നതുകൊണ്ട് പിതാവ് അവനെ ഉയർത്തിയപ്പോൾ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തി. എന്നിട്ട് പറയാണ്, സ്വർലോകരുടെയും അത് ഭൂലോകരുടെയും ഇവിടെ അധോലോകരുടെയും. മുമ്പിലെ മാഫിയ സംഘമൊന്നുമല്ല, താഴെ ഭൂമിയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 35 കിലോമീറ്റർ ക്രസ്റ്റ്, 2870 കിലോമീറ്റർ മാൻഡിൽ. 3-ാമത്തെ ഭാഗമാണ് ശാസ്ത്രം പറയുന്ന, ബൈബിൾ പറയുന്ന കോർ, ഉൾക്കാമ്പ്, ബൈബിൾ പറയുന്ന നരകം. ഇയ്യോബ് 28:5. 1-ാമത്തെ ഭാഗത്തിനും 2-ാമത്തെ ഭാഗത്തിനും ഇടയിലുള്ള 4 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട 2 സ്ഥലത്തെ ഭക്തന്മാർ കിടക്കുന്ന, ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലത്തിന് ഇവിടെ പറയുന്ന പേരാണ് 1-ാം പാതാളം, പർദീസ, അധോലോകം. 3 ലോകം കേൾക്കാനാണ് യേശു പറയുന്നത് ഉറക്കെ നിവൃത്തിയായി.
അല്ലാതെ ചുമ്മാ ഒരാൾ കേൾക്കാനല്ല. അടുത്ത വാക്ക് കേട്ടോളും. അതുകൊണ്ട് പിതാവിനെ സകല നാമത്തിന് മേലായി നാമായിട്ട് ഉയർത്തി. അങ്ങനെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അടുത്തത് അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. എന്ത് സുന്ദരമായ നാമം! നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്തോത്രവും സ്തുതിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ആളുകൾ എണ്ണം നോക്കിയാൽ ഒരോഞ്ഞ സ്തോത്രമൊക്കെ മതി. പക്ഷേ നമ്മുടെ സ്തോത്രം ഭയങ്കര ശബ്ദം, ആറ്റം ബോംബിന് സമാനമാണ്. എന്നാണെന്നറിയാമോ? ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല നമ്മൾ സ്തുതിക്കുന്നത്, നടുക്കിരിക്കുന്നവൻ്റെ മഹത്വത്തിനനുസരിച്ചാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ ഭാഷയിൽ പറയാം, മുക്കാൽ ചക്രത്തിൻ്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് മുക്കുമണ്ഡങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ചുമന്നു കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന, വിളിച്ചാൽ വിളി കേൾക്കാത്ത, കാണാത്ത, ഉരിയാടാത്ത ഒരു കുട്ടി ദൈവത്തിന് മുൻപിലല്ല ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ മുൻപിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്തസ് തോന്നുന്നവരുണ്ടെങ്കിൽ കടമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമം, ആ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നത്. അത് വിവരിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഇന്നത്തെ സമയത്തിൻ്റെ പരിമിതി. എനിക്ക് 1.5 മണിക്കൂറാണ് സമയം. യോഗം തുടങ്ങും മുൻപ് വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞത്. പിന്നെ അത് തന്നെയാണോ എന്നറിയാൻ ഞാൻ പലവട്ടം മുഖത്തേക്ക് നോക്കി. അത് തന്നെ അല്ല എന്ന് ആ ഏത്തവാഴയ്ക്ക് ഊന്നുകൊടുത്ത പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലറിയാം. ഇടയ്ക്ക് സൂചിപ്പിക്കുകയും ചെയ്തു 9 മണി വരെയാണ് മൈക്കിൻ്റെ സാങ്ഷൻ. അതൊക്കെ മനസ്സിലായല്ലോ. പിന്നെ വേണമെങ്കിൽ 9:15 വരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെയും നമ്മളെയും വിഷമിപ്പിക്കത്തില്ല. പ്രസംഗം പകുതിക്ക് തീർത്താലും വേണ്ടില്ല. 9-9:15 അല്ലേ? ഇന്നലെ ഇത്ര 9:15 ഒക്കെ നിർത്തും നമുക്ക്. ഓക്കെ, ഇതൊന്നങ്ങനെ എൻ്റെ യൂട്യൂബിലുണ്ട്. യേശു ആര്, ക്രിസ്തു ആര്, കർത്താവ് ആര്, 3 ദിവസത്തെ പ്രഭാഷണം. അതിനകത്തുണ്ട്, ഇതുമുണ്ട് യൂട്യൂബിൽ. ഇപ്പം കേട്ടോളൂ. സ്വർലോകത്തിലേക്ക് നോക്കിയിട്ട് യേശു പറഞ്ഞു, പിതാവേ നിവൃത്തിയായി. ഭൂലോകത്തിലേക്ക് നോക്കിയിട്ട് നമ്മളോട് നോക്കിയിട്ട് യേശു പറഞ്ഞു, നിവൃത്തിയായി. അതോ ലോകത്തിലേക്ക് നോക്കി എന്തോ നിവൃത്തിയായെന്നറിയാമോ? യേശുവിൻ്റെ പ്രത്യക്ഷതകൾ 3 എണ്ണമാണ്. പരമപ്രധാനമായത്, ഔദ്യോഗികമായത്. ഒത്തിരി പ്രത്യക്ഷതകളുണ്ട്. 1, 2000 വർഷം മുൻപ് യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ പ്രത്യക്ഷനായി. 2, 33.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വർഗത്തിൽ പ്രത്യക്ഷനായി. അതൊരു പ്രത്യക്ഷതയായിട്ട് പലരും പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. എബ്രായർ 9:24-25 ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി ഇപ്പോൾ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രത്യക്ഷനായി. 3, കർത്താവിനെ വിശ്വസിക്കുന്നവരെ ചെറുക്കുവാൻ വേഗത്തിൽ കർത്താവ് വീണ്ടും ലോകത്തിൽ വരും. ഒരു പഠനം പറഞ്ഞിട്ട് ഉള്ളിലിട്ട് കിടക്കാം. യേശു ഓരോ പ്രാവശ്യവും പ്രത്യക്ഷപ്പെടുന്നത് 3 കൂട്ടം കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. 2000 വർഷം മുൻപ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന 3 കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. 1, പ്രവചനങ്ങൾ നിവൃത്തീകരിക്കുക, അതാണ് ഉദ്ദേശം. 2, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കുക, അതിനു വേണ്ടിയാണ് വന്നത്. 3, പിശാചിൻ്റെ തലയെ തകർക്കുക, അതിനു വേണ്ടിയാണ് വന്നത്. ആദ്യത്തെ 3 കൂട്ടം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഭൂതകാലം, സുവർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രത്തിലുള്ള കാലം. 2, യേശു സ്വർഗത്തിൽ പ്രത്യക്ഷനായി. ഇപ്പോൾ കർത്താവ് സ്വർഗത്തിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കിട്ടാത്തതുകൊണ്ടായിരിക്കും സ്വത്രം പറയാത്തത്, അല്ലേ? ശരി, കിട്ടിയവർ ഓട്ടക്കരത്തിൽ ഇട്ടവരും സ്വത്രം പറയുന്നില്ല. ആട്ടെ, അത് കിട്ടി. 2, നമുക്ക് മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. 3, ഒരു വീട് അവിടെ പണിതുകൊണ്ടിരിക്കുന്നു. വാടകയ്ക്ക് താമസിക്കുന്നവരെങ്കിലും ഉറക്ക ഹല്ലേലൂയ വിചാരിച്ചു, അതുമില്ല. ഇപ്പോഴാരും ഹല്ലേലൂയ പറയുന്നില്ലെന്ന്. കാരണം പിള്ളേരെയൊക്കെ UK-യിലും അമേരിക്കയിലൊക്കെ വിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പ്രത്യാശിരിക്കുന്നുണ്ട്. ഇപ്പോൾ യേശു വന്നാലും വേണ്ടില്ല, വന്നില്ലേലും വേണ്ടില്ല, വീട് ഉണ്ടായാലും വേണ്ടില്ല, ഇല്ലേലും വേണ്ടില്ല. എല്ലാ കാലത്തൊരു ശേഷിപ്പുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ശേഷിപ്പ് ഇവിടെയും കാണുന്നവരെ ഇതൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെങ്കിലും ഒരു സ്വത്രമൊക്കെ പറയുമായിരിക്കും. ആട്ടെ, എന്തായാലും നിങ്ങൾ സ്വത്രം പറയുന്ന ഏലൈസ അനുസരിച്ചൊരു പ്രസംഗം എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ സംഗതിയുണ്ട്. പറഞ്ഞാലും പറഞ്ഞില്ലേലും ഞാൻ 9:15 വരെ പ്രസംഗിക്കും. മുന്നോട്ട് പോകാം. 3ാമത്തെ പ്രത്യക്ഷത, വീണ്ടും യേശു ഭൂമിയിൽ വരും. അന്ന് 3 കൂട്ടം കാര്യങ്ങൾ നടക്കും. 1, പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടും.
ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ 300 പ്രവചനങ്ങൾ, രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ 625 പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടും. 2, യേശു വീണ്ടും വരുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും. 3, ഈ ലോകത്തിൻ്റെ ഭരണം ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം യേശുക്രിസ്തു യെരൂശലേമിൽ കസരയിട്ട് ലോകത്തെ ഭരിക്കും. ആദ്യത്തെ 3 കൂട്ടം കാര്യങ്ങൾ വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടും. രണ്ടാമത്തെ 3 കൂട്ടം കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അടുത്ത 3 കൂട്ടം കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തേജസ്കരിക്കപ്പെടും. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ 9 കൂട്ടം കാര്യങ്ങളെ ബൈബിളിൽ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ പ്രത്യക്ഷത, ക്രൂശിൻ്റെ 3 സാധ്യതകൾ. അതാണ്. അപ്പോൾ ഈ കർത്താവ് ഭൂമിയിൽ വന്നതുകൊണ്ട് 3 കൂട്ടം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. 1, പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെട്ടു. 2, പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. 3, പിശാചിന്റെ തലയെ തകർത്തു. ഈ 3 കാര്യങ്ങൾക്കാണ് യേശു വന്നത്. പക്ഷേ ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത് 3മല്ല പറയുന്നത്, വേറെ ഏതാണ്ടൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും രോഗസൗഖ്യം, അത് ഇത് മറ്റത് മറിച്ചെന്നൊക്കെ ഒറ്റുകല്ല. അതിനൊക്കെയാണോ യേശു വന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ യേശു ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് ഇറങ്ങി അല്ലേ, ആലങ്കോട് ഇറങ്ങി ഒരു ചായ കുടിച്ച് ഇട്ടൊക്കെയാണ് വന്നത്. ഞാനവിടെ ചായ കുടിക്കുന്നത് പരിചയമുള്ളതുകൊണ്ട് പറയുക, മാത്യു പാസ്റ്റർ കണ്ടേച്ചും ഞങ്ങളുടെ അങ്കമാലിക്ക് വിളിച്ചു പറയുക, ജോയി പാറക്കൽ പാസ്റ്റർ ആലങ്കോട് ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിയോ തെറ്റോ? ശരിയുമാണ്. അതേസമയം ഒരല്പം തെറ്റും അതിനകത്തുണ്ട്. അദ്ദേഹം കണ്ടത് ശരിയാണ്, ഞാൻ ചായ കുടിച്ചതും ശരിയാണ്. പക്ഷേ ഞാൻ ആലങ്കോട് വന്നത് ചായ കുടിക്കാനല്ല. അങ്കമാലിയിൽ നിന്ന് 1 സൈഡ് 300 രൂപ മുടക്കി ഇവിടെ വന്ന് ചായയും ബോണ്ടയും കഴിക്കേണ്ട കാര്യമുണ്ടോ? അങ്കമാലി വന്ന് 2 കിലോ ബോണ്ടം മേടിച്ച് വീട്ടിലോട്ട് പോകണം. പിന്നെ അതിന് ഇവിടെ വന്നത് പ്രസംഗിക്കാൻ വന്നതാണെന്നേ. ആ കൂട്ടത്തിൽ ചായ കുടിച്ചെന്നേ ഉള്ളെന്നേ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? യേശു വന്നത് ഈ നാട്ടിലുള്ള മുഴുവൻ രോഗികളെയും സൗഖ്യമാക്കാനും കുരുടനെ വിടുവിക്കാനൊന്നും അല്ലെന്നേ. എന്നിട്ട് എത്ര കുരുടന്മാർ സൗഖ്യമായി? 3 എണ്ണം. ബാക്കിയൊക്കെ അവിടെ ഉണ്ടെന്നേ. അന്നേരമൊക്കെ അതൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ടെന്നേ. സ്തോത്രം. യേശു വന്നത് നിങ്ങൾക്കറിയാമല്ലോ, 3 ഏക്കർ പറമ്പുണ്ട്. 5ൻ്റെ മോട്ടോർ വെച്ച് മൊത്തം നനയ്ക്കുക. എന്തിനാണ് നനയ്ക്കുന്നത്? തെങ്ങും കവുങ്ങും നനയ്ക്കാനാണെന്നേ, അല്ലാണ്ട് തെങ്ങിൻ്റെ ചോട്ടി വെച്ചിരിക്കുന്ന കാന്താരി നനയ്ക്കാനല്ലെന്നേ. സ്തോത്രം. ഈ ലോകത്തിൽ രോഗം പ്രയാസമൊക്കെ ഉണ്ടെന്നേ, അതൊന്നും മാറ്റാനല്ലെന്ന് യേശു വന്നത്. ഇതെല്ലാം ഉണ്ടായാലും വിടുവിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നിന്റെ ആത്മാവിനെ നരകത്തിൽ നിന്ന് വിടുവിച്ച് നിത്യതയിലെത്തിക്കുന്ന പരമമായ ദൈവത്തിന്റെ പദ്ധതികൾ സാക്ഷാത്കരിക്കേണ്ടത് യേശു കുരിശിൽ യാഗമായി തീരാൻ അനുവദിച്ചത്. അതിന്റെ കൂടെ ഇതൊക്കെ കിട്ടിയാൽ മേടിച്ചോ. പക്ഷെ ഇന്ന് അപ്പം അത് വേണ്ട. കർത്താവ് നടന്നേ, അതിനോടുകൂടെ ഇതൊക്കെയും നമ്മൾ തിരിച്ചിട്ടു. ഇതോടുകൂടെ ഒന്ന്, യേശു സ്വർഗത്തിലേക്ക് നോക്കിച്ച് പറഞ്ഞു, പിതാവേ നിവൃത്തിയായി. എന്താ? പ്രവചനങ്ങൾ. 2, ഭൂമിയിലേക്ക് നോക്കി നമ്മളോട് ഇന്ന് രാത്രി ഈ ദേശത്തുള്ളോട് പറയുകയാണ്, മക്കളെ നിവൃത്തിയായി, നിങ്ങളുടെ പാപങ്ങൾ സമ്പൂർണമായി തിരിച്ചു. ഇനി ഇത് രണ്ടും വിശ്വസിച്ചിട്ട് നമ്മുടെ പുറകെ നടക്കുന്ന ഒരു പന്നപ്പിശാചുണ്ട്, കൊട്ടിപ്പിശാച്. അവൻ്റെ മുഖത്തോക്ക് യേശു പറഞ്ഞു, നിന്റെ അധികാരം ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നു, ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. പിതാവായ ദൈവത്തോട് യേശു പറഞ്ഞു, നിവൃത്തിയായി. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആരാ വായിച്ച് സഹായിച്ചത്? 1-ാമത്തെ വാക്യം വീണ്ടും വായിക്കും. വീണ്ടുമല്ല, എബ്രായർ 1:1. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. മനസ്സിലായി? നന്നായിട്ട് വായിക്കുന്ന ഒരു മോള്, നല്ല ശബ്ദം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ 1-ാമത്തെ വാക്ക്, ദൈവം പണ്ട് ഭാഗമായി എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗം എന്നൊക്കെയുള്ള ആധാരം എഴുതുമ്പോഴേ കാണാറുള്ളൂ. ഭാഗോടമ്പടി വിവിധമായി എന്നോ
വചനമായ എബ്രാഹിം. എനിക്ക് എബ്രാഹിം ഭയങ്കര ഇഷ്ടമാണ്. ദൈവം പണ്ട് ഭാഗമായെന്ന് പറഞ്ഞാൽ പ്രവചനങ്ങൾ നിവൃത്തിയായി. പഴയ നിയമത്തിൽ ആരുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? യേശു ഉണ്ടെന്ന്. 39 പുസ്തകത്തിലും ആരുണ്ട്? യേശു ഉണ്ടെന്ന്. ഇപ്പം അതൊന്നുമല്ല ആളുകൾ പറയും. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് പറഞ്ഞു നമുക്ക് പഴയ നിയമം ആവശ്യമില്ല. കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പം പലയിടത്തും സങ്കീർത്തനം വായിക്കാറില്ല. വായിക്കാതിരിക്കുക നല്ലത്. കാരണം ഉപയോഗിച്ച് മുഷിഞ്ഞ വാക്കുകളൊന്നും കാണാനും മേല. കുറേ നാൾ മുമ്പ് ഒരാൾ പറയുന്നുണ്ട് പുതിയ നിയമവും നമുക്ക് ആവശ്യമില്ല. എന്താ കാര്യം? നമ്മൾ അപ്പോസ്തലിക സഭയാണ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ബൈബിൾ ഉണ്ടായിരുന്നില്ല, വെളിപ്പാടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെളിപ്പാടും ദർശനവും മതി, പുതിയ നിയമവും ആവശ്യമില്ല. ഒരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ, എന്തോ പറയുന്നു? ഞാൻ പറഞ്ഞു, അവനെപ്പോലും നമുക്ക് ആവശ്യമില്ല. അത് കൂടുതലും പറയാനുണ്ട്. പക്ഷേ നിങ്ങളിങ്ങനെ കുറേ പേരെ തല ചോദിച്ചുകൊണ്ട് നടക്കുന്നു നല്ലതാണ്. ഈ വചനത്തിന് വിരുദ്ധമായി വല്ലൊക്കെ പറയുന്നവനെതിരെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആത്മീയന്മാരായി പോയല്ലോ നമ്മൾ. ആര് പറഞ്ഞാൽ ഇതിനകത്തില്ലെങ്കിൽ ഇല്ല. പ്രസംഗിക്കുന്നവൻ ആരാണെന്നുള്ളതല്ല, പ്രസംഗിക്കപ്പെടുന്നവനാരാണെന്നുള്ളതാണ് വിഷയം. നമുക്ക് പിന്നെ വചനമൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ആരെന്നാ പറഞ്ഞാൽ ഏലേശം ഇടുമല്ലോ. സ്വത്രം. യേശുക്രിസ്തു പറയുകയാണ്, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച്. അപ്പോൾ ഉണ്ടല്ലോ, ബൈബിൾ ആരംഭിക്കുന്ന എങ്ങനെ? പുതിയ നിയമം അബ്രഹാമിൻ്റെ പുത്രനായ, ഉണ്ടോ, ദാവീദിൻ്റെ പുത്രനായ. അപ്പം നോക്കിക്കേ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബില പ്രവാസം 14, ബാബില പ്രവാസം ക്രിസ്തു 14, അബ്രഹാം മുതൽ ആദാം വരെ 20. 62 തലമുറകൾ കഴിഞ്ഞിട്ടാണ് യേശു ജനിക്കുന്നത്. പിന്നെ യേശുവിലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? വചനം പഠിക്കണം, പഠിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് പ്രശ്നം. തുളസി പാസ്റ്റർ വീടിട്ടേച്ച് 1 മാസത്തേക്ക് ഗൾഫിൽ പോകുകയെന്ന് ഇരിക്കട്ടെ, അത് പോട്ടെ, സംഭവിക്കട്ടെ. ഷേഖ് ഫോർസ അല്ലേ, സംഭവിക്കട്ടെ. മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കി, ആരുമില്ല വീട്ടിൽ. വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. അർത്ഥം കറണ്ട് വന്നു. 35 മീറ്റർ സർവീസ് വയൽ കൂടെ വീട്ടിൽ കറണ്ട് വന്നു. അർത്ഥം വിസിറ്റിംഗ് റൂമിൽ ബൾബ് തെളിഞ്ഞെന്നല്ല. അവിടുത്തെ ഒരു സ്വിച്ച് ഇടുമ്പം അവിടുത്തെ ബൾബ് തെളിയും. കിച്ചണിൽ ചെന്ന് സ്വിച്ച് ഇട്ട് അവിടുത്തെ ബൾബ് തെളിയും. ടോയ്ലറ്റ് സ്വിച്ച് അവിടുത്തെ ബൾബ് തെളിയും. വല്ലതും മനസ്സിലാവുന്നുണ്ട്? 39 പുസ്തകത്തിൽ ക്രിസ്തു ഉണ്ട്. പക്ഷേ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ, ക്രിസ്തു എവിടാണെന്നറിയാൻ ആ സ്വിച്ച് കണ്ടുപിടിക്കണം. ഉൽപ്പത്തി 3:17 വന്ന് ഞെക്കണം. അപ്പോൾ ഒരു സ്വിച്ച് തെളിയും, സ്ത്രീയുടെ സന്തതി. എന്താ പുറപ്പാട് 12:4 ചെന്ന് ഞെക്കണം. അപ്പോൾ പറയും പെസഹ. ലേവ്യ പുസ്തകത്തിൽ 7 സ്വിച്ചാണ് അല്ലേ, 7 യാഗങ്ങൾ 5 ഉള്ളൂ. ചുവന്ന പശുക്കിടാവിൻ്റെ യാഗവും കരപൂരണ യാഗവും അടക്കം 7 യാഗങ്ങളുടെ നിറപൊരുളാണ് ക്രിസ്തു. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ, ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകൻ, യോശുവയുടെ പുസ്തകത്തിൽ സർവ്വസൈന്യാധിപൻ. യോശുവ കഴിഞ്ഞല്ലോ. ന്യായാധിപൻ അവരുടെ പുസ്തകത്തിൽ 18 ന്യായാധിപന്മാർക്ക് മീതെ 14 ഉള്ളൂ. പക്ഷേ ശമൂവേലും ഏലിയും മക്കളായ യോവേലും അബിയാവൊക്കെ ചേർന്നാൽ 18 വേണമെങ്കിൽ കണക്കൂട്ട്. അതിൻ്റെ മീതെ ന്യായം വിധിക്കുന്ന ന്യായപാലനായ ന്യായകർത്താവ്. 1-2 രാജാക്കന്മാരിൽ 41 രാജാക്കന്മാർക്ക് മീതെ രാജ്യം ഭരിക്കുന്ന രാജാതി രാജാവും. 1-2 ശമൂവേലിൽ പ്രവാചക വരേണ്യനും. 1-2 ദിനവൃത്താന്തത്തിൽ കർത്താതി കർത്താവും. രൂത്തിൽ വീണ്ടെടുപ്പുകാരനായ ബോവസും. എസ്തേറിൽ മധ്യസ്ഥനും. നെഹമ്യാവിൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപന ക്രിസ്തു. ഇയ്യോബിൽ കഷ്ടപ്പെടുന്ന മശിഹ. സങ്കീർത്തനങ്ങളിൽ ആടുകളുടെ വലിയ ഇടയൻ. സദൃശവാക്യത്തിൽ സർവജ്ഞാനി. സഭാപ്രസംഗിയിൽ സകലവും നിയന്ത്രിക്കുന്നവൻ. ഉത്തമഗീതത്തിൽ സഭയുടെ മണവാളനും പ്രിയനും തോഴനും കാന്തനും. യെശയ്യാവ്, ഇരമ്യാവ്, ദാനിയേൽ വിലാപങ്ങൾ തുടങ്ങി. യെശയ്യാവ്, ഇരമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ 4 വലിയ പ്രവാചകന്മാരും ശേഷിക്കുന്ന 12 ചെറിയ പ്രവാചകന്മാരും അടങ്ങുന്ന 16 പ്രവാചകന്മാർ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകം അടക്കമുള്ള 17 പ്രവചന ഗ്രന്ഥങ്ങളിൽ അവൻ യഹൂദജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശിഹയാണവൻ. മത്തായിൽ രാജാവ്, മർക്കോസിൽ ദാസൻ, ലൂക്കോസിൽ മനുഷ്യപുത്രൻ, യോഹന്നാൻ ദൈവത്തിൻ്റെ പുത്രൻ, അപ്പോസ്തലപ്രവൃത്തിയിൽ സഭയുടെ ചരിത്രത്തിൻ്റെ നെടുന്തൂണ്, ലേഖനങ്ങളിൽ സഭയുടെ ഭാവി പ്രത്യാശ, വെളിപ്പാട് പുസ്തകത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായിരിക്കുന്ന ക്രിസ്തു. വഴിയെ പോയവനെ
വേണ്ടാത്തവരെ വലിച്ചിരുത്തി പ്രസംഗിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്ന ഒരു ഇതിഹാസ പുരുഷനുണ്ടെങ്കിൽ ഇതാ പുസ്തകത്തിന്റെ ചുരുളുകൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടത് കൊണ്ട് ലോകത്തിൽ വന്ന ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ അകത്ത് നെഞ്ചിലേറ്റി ലാളിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റൊരുവനില്ലെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു. പുസ്തകത്തിന്റെ ചുരുളുകളിൽ എഴുതപ്പെട്ടത് കൊണ്ട് വന്ന ഒരേ ഒരു ദൈവം യേശുക്രിസ്തു. അതുകൊണ്ട് ഇനി ഒരു ഡിസംബർ 25 കടലാസ് വിളക്കിൽ യേശു ജനിക്കില്ല. ഏപ്രിൽ അവസാനമോ മാർച്ച് അവസാനമോ സിമെന്റും കമ്പിയും കൂടെ കൂട്ടിക്കുടച്ച് നിങ്ങൾ നാട്ടുന്ന കോൺക്രീറ്റിന്റെ കുരിശിൽ യേശു ഇനി മരിക്കുകയുമില്ല. യേശു ഇനി ജനിക്കേണ്ടത് മുറ്റത്ത് നിങ്ങളൊരുക്കുന്ന പുൽക്കൂട്ടിലല്ല, വീട് തന്ന അതിനകത്ത് കിടക്കുന്ന യേശുവിൻ്റെ മുറ്റത്ത് മഞ്ഞത്ത് കിടത്തിട്ട് നീ കമ്പിളിപ്പുതപ്പ് പൊതിച്ച് അകത്ത് കിടക്കുന്ന നിന്റെ മനസ്സിനകത്താണ് ഇനി യേശു ജനിക്കേണ്ടത്. യേശു മരിക്കേണ്ടതും നാൽക്കവലയിലല്ല, നിന്റെ രഹസ്യ ജീവിതത്തിനകത്താണ് ഇനി യേശു ക്രൂശിക്കപ്പെടേണ്ടത്. അവിടെ ഞങ്ങൾ ഇനി ആരെയും പ്രതീക്ഷിക്കുന്നില്ല. വരാനുള്ളവൻ വന്നു കഴിഞ്ഞു. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടുവാൻ വേറെ നാമമില്ല, യേശുവിന്റെ നാമമല്ലാതെ. ആ നിവൃത്തിയായെന്ന വാക്കാണ് മക്കളെ യേശു പറഞ്ഞത്. പിതാവേ, 4000 കൊല്ലം കൊണ്ട് 18 ന്യായാധിപന്മാർക്കും 41 രാജാക്കന്മാർക്കും കാലഘട്ടത്തിൻ്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്ത ശിരോമണികൾക്കും മഹാപുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും കാലഘട്ടത്തിൻ്റെ ലീഡേഴ്സിനെ നിവൃത്തിയാക്കാൻ പറ്റാത്തത് ഞാൻ 33.5 വർഷം കൊണ്ട് നിവൃത്തിയാക്കിയിരിക്കുന്നു. യേശുവിന്റെ നിവൃത്തി അംഗീകരിക്കുന്നവർ ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇനിയും ലോകത്തിൽ രക്ഷകനായി ആരും വരാനില്ല. 2, യേശുക്രിസ്തു ഈ നാട്ടിലേക്ക്, ഈ നാടിൻ്റെ പേരെന്ത് പറയും? പെരുങ്കുളം. ഇവിടെ അങ്ങനെ പെരുങ്കുളം, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞു തരാം. പെരുങ്കുളംകാരോട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ സമ്പൂർണ്ണമായി പരിഹരിച്ചു, നിവൃത്തിയായി. അതൊന്ന് പഠിക്കാൻ, അതാണല്ലോ കൂടുതൽ പഠിക്കേണ്ടത്. എബ്രായർ 10:1 വായിച്ചാൽ. എബ്രായർ 10:1 മുതൽ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. നിൽക്കട്ടെ, ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. ന്യായപ്രമാണം ശ്രദ്ധിക്കണേ, നല്ലൊരു അടിസ്ഥാന ഉപദേശമായി. ഇപ്പം അതുകൊണ്ട് സ്പീഡിൽ പോകുന്നില്ല, പതുക്കെ. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ന്യായമായ പ്രമാണം. അതാ ഞാനിങ്ങനെ കോളേജിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വ്യാഖ്യാനിച്ചു പോകും. വീണ്ടെടുപ്പ്, വീണ്ടും എടുക്കുക, അങ്ങനെ പറയാൻ എളുപ്പമല്ലേ? സമാവനോട് അരസമം ആഗമിക്കുന്ന കൂട, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പം. അപ്പം ന്യായപ്രമാണം, ന്യായമായ പ്രമാണം. അടുത്ത് വരാനുള്ള നന്മയുടെ, വരാനുള്ള നന്മ ഏതാ? ഒരാൾ ചോദിച്ചു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പോൾ വരാനുള്ള നന്മ ആരാ? യേശുവാണ്. ഇനി കണക്ട് ചെയ്യാം. ന്യായപ്രമാണം പഴയ നിയമം വരാനുള്ള ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു, അല്ലാതെ പൊരുളല്ല. ന്യായപ്രമാണ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. തെളിവെന്താ? അതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും ന്യായപ്രമാണത്തിന് കഴിയില്ല. ഇത്രയും മനസ്സിലായോ? മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ. ലളിതമായ എൻ്റെ ഭാഷയിലേക്ക് വരാം. ന്യായപ്രമാണത്തിൻ്റെ പ്രശ്നം, അടുത്തു വരുന്നവർക്ക് ഒരു നാളും പാപപരിഹാരമില്ല, പ്രായശ്ചിത്ത ബോധമില്ല, പശ്ചാത്താപമില്ല. അതെന്നാ കാര്യം എന്നൊന്ന് പറഞ്ഞേച്ച് വേണം അങ്ങോട്ട് കിടക്കാം. ഇത് നമ്മുടെ പാസ്റ്ററിൻ്റെ പള്ളി യഹൂദൻ്റെ പള്ളിയാണെന്ന് വിചാരിക്കുക. പണ്ട് കാലത്തുള്ള യഹൂദൻ്റെ പള്ളിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കവലയിൽ ആളുകൾ ഇറങ്ങി ശനിയാഴ്ച ദിവസം ആരാധനയ്ക്ക് വരികയാണ് കേട്ടോ. ഇന്നത്തെ പോലെയല്ല. യഹൂദൻ്റെ പള്ളിയിലോട്ട് വരണമെങ്കിൽ കയ്യിൽ എന്താ വേണം? എന്തെങ്കിലും ഒരു യാഗവസ്തു വേണം. എന്ത് പാപമാണോ ചെയ്തത് അതെവിടെ കൊണ്ടുവന്നാണ് യാഗം കഴിക്കുന്നത്. അപ്പോൾ ഒരു മത്തായിച്ചെണ്ണ അതിൽ വരുന്നത് 2 കുറുപ്രാവ്.
അപ്പോൾ ഈ ആളുകൾ ആരാധനയ്ക്ക് പോകുമ്പോൾ സർവ്വക്കല്ല് ഓന്തിരിക്കുന്ന പോലെ കുറേ ആളുകൾ ഇരിക്കാറുണ്ടല്ലോ. നമ്മളൊക്കെ പോകുമ്പോൾ സ്വസ്ത്രം അവൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ. സത്യത്തിൽ ആ സ്വസ്ത്രമാണ് നമ്മുടെ ഊർജം. ഇപ്പം ആളുകൾക്ക് ആരാധനയ്ക്ക് വരാൻ പോലും താല്പര്യമില്ലാത്ത കലുങ്കയിൽ ഓന്തന്മാരില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അവരെ കണ്ടാൽ സുഖമുണ്ട്, ആരെങ്കിലും കുറിച്ച്. അപ്പോൾ മത്താച്ചേട്ടൻ ഈ കലുങ്കലിക്ക് പറയുക, മത്താച്ചേട്ടോ എന്തോ ഇന്ന് 2 കുറുപ്രാവേ ഉള്ളോ? അയാൾ പറഞ്ഞു, എന്താ മോശമായിപ്പോൾ ഈ കുറ്റി വീടി വലിച്ചാൽ എന്ത് മതി? കുറുപ്രാവ് മതി. മനസ്സിലായോ? ഇപ്പം ഇന്ന് കുറുപ്രാവേ ഉള്ളോ? എന്താ കുറുപ്രാവെന്ന് അല്ല, ഞാൻ ചോദിച്ചു, നീ പള്ളി പോലും പോകുന്നത് അതൊക്കെ ഭേദമല്ലടാ കുറ്റി വീടി വലിച്ചാൽ പള്ളി പോകുന്നത്. നീ പിന്നെ അതിൻ്റെ വഴിക്ക് പെടാം. അപ്പം നീ എൻ്റെ പുറകെ വരുന്ന ലൂക്കോച്ചനെ കണ്ടാലോ? എന്നാ പറ്റി? നോക്കിയിരിക്കുക. അന്നേരം അയാൾ ഒരു കോലാടിനെയും കൊണ്ട് വരുന്നു. ഇപ്പം മനസ്സിലായി, ഇത് കുറ്റി വീടി വലിച്ച കേസല്ല, ഇത് കുറ്റി മറിച്ചിട്ട കേസാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ലൂക്കോസ് ചേട്ടാ വേണ്ട നീ കഴിഞ്ഞ ആഴ്ച എന്നെ കളിയാക്കിയതാ, എനിക്ക് സൗകര്യം പോലെ ഞാൻ ചെയ്യും. എടാ കാശുണ്ടെങ്കിൽ അന്ന് പാപം ചെയ്യാമെന്നേ. ഇന്നും അങ്ങനെ അത് എൻ്റെ സൗകര്യം പോലെ ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ കാര്യം, ഞങ്ങൾക്ക് അവിടെ പുരോഗതിനുണ്ടോ ആളുകളുണ്ടോ, അതൊക്കെ ഞങ്ങൾ ദൈവമായിട്ട് തീർത്തോളാന്നേ. അപ്പം നീ എൻ്റെ പുറകെ വരുന്ന കറിയാച്ചനെ കണ്ടാലോ? എന്നാ പറ്റി? നോക്കി നിൽക്കാം. ഇയാൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കന്നുകാലിയെ ലേലത്തിൽ പിടിച്ച് 2 ബംഗാളിനെ കൊണ്ട് ഉന്തി തള്ളി എങ്ങോട്ട് വരുന്നു? പള്ളിയിലോട്ട് വരുന്നു. അവർ തലേ കൈവച്ചു പോയി. അയ്യോമേ, ഇവനാണല്ലോ സൂപ്പർ ബമ്പർ ലോട്ടോ അടിച്ചതെന്ന്. അതിന് മാത്രം പാപം ചെയ്തവരാണ് കാളയാൻ കഴിയുക. ഈ നാട്ടുകാരുടെ കളിയാക്കൽ കണ്ടുകൊണ്ട് ഇവർ പള്ളിയിൽ ചെന്നിട്ട് അച്ഛനോട് പറയും, അച്ഛൻ എന്ന് പറഞ്ഞ് ഇന്നത്തെ അച്ഛന്മാരെ കുറിച്ചല്ല ഈ പറഞ്ഞ യഹൂദൻ്റെ പുരോഹിതൻ. അതാ ഈ പറഞ്ഞ കേട്ടോ, പിണങ്ങല്ലേ. അപ്പോൾ അവരെന്നിച്ചു പറഞ്ഞു, അച്ഛോ എന്തോ ഈ കവല മുതൽ പള്ളിയിൽ വരെ വരാൻ വലിയ പാടാണ്. എന്താണ്? എന്തുട്ട ഈ ഇരിക്കുന്നവന്മാരെല്ലാം വായി തോന്നിയെല്ലാം വിളിച്ചു. ഞങ്ങളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരല്ലേ, ഒരു തെറ്റ് ചെയ്തു, അത് ശരിയാണ്. പക്ഷേ എന്ത് കരുതി ഈ നാട് മുഴുവൻ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ അളവും തൂക്കം മനസ്സിലാക്കിയിട്ട് ശരിയല്ലേ? ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു നമുക്കറിയത്തില്ലേ? പക്ഷേ ജഡ്ജി എന്താ IPC, നിങ്ങളുടെ IPC അല്ല കേട്ടോ, IPC ഇന്ത്യൻ പീനൽ ഇത്രാമത്തെ അത് കോടതിക്കറിയാമെന്നേ. അപ്പം കയ്യിലിരിക്കുന്ന യാഗമൃഗം ഏത് വകുപ്പാണ് നാട്ടുകാർക്ക്? എന്തിനാ ഞങ്ങളിങ്ങനെ നാണം കെടുത്തുന്നേ? അച്ഛൻ പറഞ്ഞാലിപ്പോൾ ഞാനെന്ത് ചെയ്യണം? എന്തൊരു പരിഹാരം കാണാം, ഒരു പരിഹാരം കാണാം. എന്ത് പരിഹാരം കാണാൻ? ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുകയല്ലേ. ആരുടെ സ്ഥലമാണ്? ആ സ്ഥലമാണ്. എന്നാൽ പിന്നെ ഒത്ത് ഈ സ്ഥലം കിടക്കുകയല്ലേ, മോളുടെ വീടാണെന്നല്ലേ ഉള്ളൂ. സ്ഥലം കിടക്കുകയല്ലേ. ഈ പള്ളിയിലോട്ട് വരുന്ന സാധനങ്ങളെല്ലാം ഈ കോമ്പൗണ്ടിലടിക്കാം. ആടും കോഴിയും പട്ടിയും പൂച്ചയൊക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങി കാശുമായിട്ട് വരാം. കാശുമായിട്ട് വരുമ്പം ആൾക്കാർക്ക് നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. 25 കൊല്ലം ഞാൻ 10 സഭയിൽ പാസ്റ്ററായി സേവനം ചെയ്തു. എനിക്കറിയാൻ മേല ഈ ആളുകളെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന്. എല്ലാ കാര്യം ഞാൻ എപ്പോൾ നോക്കുമ്പോഴും 10. നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? എപ്പോഴും 10. അയ്യോ, ഞാനൊരിക്കൽ ഇതെൻ്റെ ഈ പ്രസംഗത്തിൽ ഈ ഉദാഹരണം ഉണ്ട് കേട്ടോ. അങ്കമാലിയിൽ നിന്ന് ഞാൻ കോട്ടയത്ത് പോകുമ്പം കണ്ടക്ടർ ചോദിച്ചു, എങ്ങോട്ടാ? കോട്ടയം 84. പേഴ്സ് തുറന്നപ്പം കുറേ 10 ഇരിക്കുന്നു. പുള്ളി പറഞ്ഞു, കുറേ 10 ഉണ്ടല്ലോ. ഉണ്ട്, എനിക്ക് തരാമോ? ചില്ലറയ്ക്ക് വേണ്ടി തരാമല്ലോ. ഞാനൊരു കുത്തെടുത്ത് കൊടുത്തു. പുള്ളി എണ്ണയൊക്കെ ചോദിച്ചു 36 എണ്ണമുണ്ട്, പോയിട്ട് വരുമ്പം വലിയ നോട്ട് തരാം. എനിക്കും സന്തോഷം, കാരണം പുള്ളിയുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ പോലെ കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. പുള്ളിൻ്റെ ആളുകൾക്ക് 2 എണ്ണം 3 എണ്ണം കൊടുക്കുന്നത് കണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നപ്പോൾ ഞാനൊന്ന് ഇളകി ആടിയിരുന്നു. പുള്ളിയോട് വർത്തമാനം പറയാൻ തയ്യാറായിട്ടിരിക്കുക. പുള്ളി ഇരിക്കുന്നില്ല, വന്ന് എന്നെ നോക്കുക. ഞാൻ പുള്ളി എന്നോട് നോക്കിയ പാസ്റ്ററാണല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് യാത്ര ചെയ്തു. ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞു, പാസ്റ്ററോ? ആര് പറഞ്ഞു പാസ്റ്ററാണെന്ന്? പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളാലും പറഞ്ഞു. എനിക്കാണെങ്കിൽ പാസ്റ്റർ അല്ല എന്ന് പറയാൻ നാവ് വളയൊന്നുമില്ല, പാസ്റ്റർ ആണല്ലോ. പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ. നന്നാ അത് പറ ആദ്യം. ഞാൻ പറഞ്ഞു, ഈ 10 ഇരിക്കുന്ന കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഈ പാസ്റ്റർ ആണെന്ന് പറഞ്ഞു. അല്ല പാസ്റ്ററെ. പുള്ളി അവിടെ ഇരുന്നു. പാസ്റ്ററെ, പാസ്റ്റർമാരെ കണ്ടാറ് എന്നെ അറിയാം. ഈ മുഷിഞ്ഞ 10 നോട്ട്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന പോലെ, പോസ്റ്റ്മോർട്ടം ചെയ്ത് വരുന്ന പോലെ തലങ്ങും വിലങ്ങും സെല്ലേ ടേപ്പ് വെച്ച് ഒട്ടിച്ചവാത്ത, വളച്ചാൽ വളയാത്തത്, ഒടിച്ചാൽ ഒടിയാത്തത്, മുറിച്ചാൽ മുറിയാത്തത്, മണ്ണിലിട്ടാൽ ദ്രവിപ്പിക്കും, വെള്ളം. ഞാൻ പറഞ്ഞു മതി മതി മതി, ബാക്കി പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ 10 കാണുമ്പോൾ മനസ്സിലാക്കണം, 2 പേരുടെ കയ്യിൽ അത് ഉള്ളു പാസ്റ്ററെ. അപ്പോഴും ഒരു സമാധാനം, ഒരാളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതാരാ? 1 പാസ്റ്റർമാര്, 2 പിച്ചക്കാര്. നാളെ പോലെ ഇവിടെ യോഗമല്ല. ഞാൻ യോഗം ഇപ്പോൾ സ്വോത്രകാഴ്ച ഇടയ്ക്കെടുത്താമെന്ന് പറയാൻ തുടങ്ങി. ഇത് പറഞ്ഞേ വേണം സ്വോത്രകാഴ്ച. നിങ്ങൾ ചാടിക്കറി എടുത്തു കളഞ്ഞില്ലേ? ചായക്ക് പോലും 12 രൂപയാക്കിയാൽ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും 10. കർത്താവ് എനിക്ക് വലിയവ ചെയ്തു. ഡിസംബർ 31 സാക്ഷ്യം. കർത്താവ് എനിക്ക് വലിയവ ചെയ്തു. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോട്ട് ഏതായിരുന്നു എന്നറിയാമോ? അറിയില്ലേ? 2000 അല്ലേ? വലുത്. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ള ഒരു സ്വത്രം പറ. സ്വത്രം. അത് കൈ കിട്ടിയ ഒരു സ്വത്രം പറ. ഉണ്ടോ? മിടുക്കര. ഇനി അത് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് പറ. നാരായണ ചേട്ടൻ്റെ കടയിൽ കൊടുത്തിട്ടുണ്ട്, മീൻ വാങ്ങാൻ കൊടുത്തിട്ടുണ്ട്, ജോയി ആലക്കാശി കൊടുത്തിട്ടുണ്ട്, ഷീമാട്ടി കൊടുത്തിട്ടുണ്ട്, നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ അത് ഇടാത്ത ഒരേ ഒരു പാത്രം ഈ ഇരിക്കുന്ന സ്വോത്രക്കാഴ്ച പാത്രമാണ്. മനസ്സിലായി? ഇനി ഞാൻ പറഞ്ഞ അപമാനമാണെങ്കിൽ അത് തിരുത്തണമല്ലോ. ഇതിനകത്ത് 2000 ഇട്ടവർ മാത്രം ഒരു സ്വത്രം പറ. ഉണ്ടോ? കുറേത് 2 പേര് സ്വത്രം പറഞ്ഞു, ബാക്കി ആരുമില്ല. അത് കേട്ടേച്ചാണോ സ്വത്രം പറഞ്ഞതെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും പറഞ്ഞല്ലോ. ചുമ്മാതാണോ? സർക്കാർ നോക്കിയപ്പം 2000 പെന്തിക്കോസ്, 2000 സ്വോത്രക്കാഴ്ച പാത്രത്തിൽ ഇടൂന്നും കണ്ട് ദൈവം തമ്പുരാൻ ഒറ്റ രാത്രി കൊണ്ട് ഊർജിതപ്പെട്ടതിന് പോലും അറിയാതെ 17.25 ലക്ഷം കോടി രൂപ അങ്ങനെ 2000 നിങ്ങൾ കണ്ടോ? 2000 പിൻവലിച്ചെന്ന്. എന്താ കാര്യം? നിങ്ങൾ ഇടുകയില്ലെന്ന് കണ്ടപ്പം 2000 പിൻവലിച്ചു. അതുകൊണ്ട് വീണ്ടും 10 തന്നെ. സ്വോത്രം. അപ്പം നമുക്ക് വിടാല്ലേ? അവർ പറഞ്ഞു ഞങ്ങൾ കാശ് ആയിട്ട് വരാം. അങ്ങനെ അവർ നേരെ ഈ കോമ്പൗണ്ടിൽ വന്നപ്പോൾ പറഞ്ഞു 2 കുറുപ്രാവ്. അപ്പോൾ അവൾ പറഞ്ഞു കുറുപ്രാവോ? മതി കുറുപ്രാവ്. ചേട്ടനെ കണ്ടിട്ട് കോലാട് മേടിക്കാനുള്ള വകുപ്പുണ്ടല്ലോ, നീയാണോ തീരുമാനിക്കുന്നത്? കുറുപ്രാവ് മതി. ഈ വ്യാപാരമാണ് യേശു കണ്ടത്. ചട്ടവാറെടുത്തു, മേശ മറിച്ചിട്ട്. എന്താ കാര്യം? എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാലയം നിങ്ങൾ വ്യാപാര സ്ഥലമാക്കി മാറ്റി, വാണിഭശാലയാക്കി മാറ്റി. ഇത് പ്രാർത്ഥനാലയമാണ്. പ്രാർത്ഥനാലയത്തിൽ വരവകായും ചെലവുകായും ഇല്ലകായും ചായം പരിപ്പോളെ നമ്മത്തെല്ലാം ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കുക. ഇതൊന്നും അതിനു വേണ്ടിയുള്ള സ്ഥലമല്ല, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണത്. ഇനി അടുത്ത കാര്യം കേൾക്കണം. യാഗം കഴിഞ്ഞിട്ട് പിന്നെ പുരോഹിതനൊരു പ്രാർത്ഥനയുണ്ട്. എന്തുവാ? അതും 2 രീതിയിലാണ്. എൻ്റെ ഭാവനയാണ്. ഈ കുറുപ്രാവിനെയൊക്കെ കൊണ്ടുവന്ന എന്നാ കിട്ടാനാ പാസ്റ്റേ? കഴുത്ത്, കാല് വെട്ടിക്കളയണം, ചിറക് വെട്ടിക്കളയണം, മൂത്രപിണ്ഡം ബബ മാറ്റിക്കളയണം. ഇതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് യാഗപീഠത്തിലേക്കിട്ട് വേകുമ്പോൾ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുക്കേണ്ടത് മേധസ, നല്ല കഷ്ണം. ഒരു കുറുപ്രാവിനെ, ഇത്ര ഇരിക്കുന്ന കുറുപ്രാവിനെ കൊണ്ടുവന്ന് ഇതെല്ലാം നീക്കി കളഞ്ഞിട്ട് യാഗപീഠത്തിലേക്കിട്ട് എവിടെ കുത്തും? പണിക്ക് വല്ല കുറവുണ്ടോ? കുറവില്ല. അതുകൊണ്ട് കുറുപ്രാവിനെ കൊണ്ട് ഒരു അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ മത്തായിയുടെ കുറ്റുവീടി വലിച്ച പാവങ്ങൾ ഈ കുറുപ്രാവിൻ്റെ യാഗം കൊണ്ട് ക്ഷമിക്കണമേ യഹോവേ. പരസ്യമായി രഹസ്യമായി ഈ കുരുത്തം കെട്ടവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ. അടുത്ത ആഴ്ച വരുമ്പം ഒരു കോലാടിനെയും കണ്ടു. അപ്പം യുവമാർക്ക് ഒരിക്കലും എന്തില്ല? പാപബോധം ഇല്ല. പണമുണ്ടായാലുണ്ടാകുന്ന നമ്പർ 1 പ്രശ്നം പാപബോധമില്ല. എന്താ കാര്യം? പണം കൊണ്ട് ഒതുക്കും അവൻ. മനസ്സിലായി? അവന് സെക്രട്ടറി ആയിട്ടിരിക്കും. എന്താ കാര്യം? ഈ പണം കൊണ്ട് ഒതുക്കുന്നതാ, അല്ലാണ്ട് കൃപ കൊണ്ട് ഒതുക്കുന്നതല്ല അത്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇവർക്ക് പാപബോധമില്ലെന്ന്. ഇന്ന് രാത്രിയിൽ എത്ര കൊല്ലം യോഗം നടത്തി എന്നുള്ളതല്ല, എത്ര യോഗം കേട്ടെന്നുള്ളതുമല്ല, ആയിരക്കണക്കിന് യോഗങ്ങൾ പ്രസംഗിച്ചെന്ന എന്റെ റെക്കോർഡുമല്ല ദൈവത്തിന് വേണ്ടത്. ഒരു യോഗം നടക്കുമ്പോൾ അനുതാപമുള്ള ഹൃദയം ഇതിനകത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈ വിശേഷം ശാപകരമായി മാറുമെന്നോ. സ്തോത്രം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രശ്നം മനസ്സിലായോ? ഇതിന് പാപബോധമില്ലെന്ന്.
യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണത്തിന് പ്രസക്തിയില്ലെന്ന്. ന്യായപ്രമാണം നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് യേശു വന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ പെശകെന്നറിയാമോ? 36 കുറവുകൾ ന്യായപ്രമാണത്തിനുണ്ട്. ലേവ്യ പുസ്തകം. ആ 36 കുറവുകൾ അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഒന്നിൽ തെറ്റിയാൽ ന്യായപ്രമാണം എല്ലാം തെറ്റി. ഞാൻ ചോദിച്ചിട്ട് ഒന്നിലും തെറ്റാത്തവരാരാ ഉള്ളത്? അതാ ഈ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലാകാൻ മാത്രം ഒന്നുകൂടെ പറയാം. ഞാൻ ഇവിടുന്ന് UAE പോകാം, ബഹ്റിനോ ദുബായോ എന്തേലും ആട്ടെ. എന്നാ ചെയ്യണം? പാസ്പോർട്ട് എടുക്കണം, ആധാർ വേണം, വിസ വരണം, വിസ മെസ്സേജ് വരണം, എയർ ടിക്കറ്റ് എടുക്കണം. എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ ചെല്ലുമ്പം അവിടെ ഒരു എമിഗ്രേഷൻ ക്ലിയറൻസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നാ ബുദ്ധിമുട്ടാണ്. എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം, എല്ലാം വേണം. ഇതെല്ലാം ഓർക്കുമ്പോൾ പോകാൻ പോലും തോന്നുകയില്ല. പിന്നെ പോകാത്തവർക്ക് പോകാൻ തോന്നും, പോയവർക്ക് പോകണ്ടാന്നു. ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ പാടുണ്ടോ? ഈ തിരുവനന്തപുരത്ത് അങ്ങ് ചെന്ന് നിൽക്കുക, എവിടെ? ഈ ശംഖുമുഖത്തോ എവിടെയെങ്കിലും. ഈ കാണുന്ന കടലുണ്ടല്ല, അതിനപ്പുറത്താണ് ഈ പറഞ്ഞ സ്ഥലം. ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. നേരെ അങ്ങോട്ട് ചാടി അങ്ങ് പോവുക. പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട. ഇനി കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. പിള്ളേർ അലർട്ടായിട്ടിരിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നീന്തിയാൽ ചെല്ലുകയില്ലേ? ഉത്തരം: നീന്തിയാൽ ചെല്ലും. രണ്ടാമത്തെ ചോദ്യം: അങ്ങനെ ആരെങ്കിലും നീന്തി ഗൾഫിൽ പോകാറുണ്ടോ? ഇതുവരെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇതാണ് മക്കളെ ന്യായപ്രമാണം. ഇനി ഇത് കൂടുതൽ പറയാൻ അറിയാമേല. ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ പോകാമേലേ? പോകാം, ഇന്നും പോകാമെന്ന് വചനമുണ്ടല്ലോ. കാരണം സുവിശേഷം എത്താത്ത സ്ഥലത്ത് അവരുടെ സ്വഭാവത്തിൽ ജാതികൾ സ്വഭാവം കൊണ്ട് ന്യായപ്രമാണം ആചരിക്കുമ്പോൾ അവർക്ക് എത്താം. സുവിശേഷം എത്താത്ത സ്ഥലത്ത്. അപ്പൊ ഒരു കാര്യം ഓർത്തോളണം, എന്താണ് ഇത്? ആചരിച്ചാൽ എത്താമേലേ, സ്വർഗത്തിലെത്താം. അങ്ങനെ ആരെങ്കിലും ന്യായപ്രമാണം ആചരിച്ച് സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ? ഇല്ല, ഇല്ലെന്ന്. അടുത്ത വാക്യം കൂടെ പിടിച്ചും ദൈവത്തെ സ്തുതിക്കണം. ന്യായപ്രമാണം ആചരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലാം. പക്ഷെ ഇതുവരെ ആചരിച്ച 4000 കൊല്ലം കൊണ്ട് ഒരുത്തനും സ്വർഗത്തിൽ ചെന്നിട്ടില്ല. ഈ പ്രമാണം കൊടുത്ത ദൈവത്തിന് അതിന്റെ കാര്യങ്ങൾ പിടികിട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, ഞാനാണ് ന്യായപ്രമാണം കൊടുത്തത്, ഞാൻ തന്നെ പരിഹാരം വരുത്തും. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് ദൈവം തന്റെ സ്വന്തം പുത്രനെ ജഡത്തിൽ ലോകത്തിലേക്ക് അയച്ച് ക്രൂശിൽ മരിപ്പിച്ച, അതാണ് ക്രൂശിലെ യാഗമെന്നുള്ളത്. അതിന് കഴിയാഞ്ഞതിനെ യേശു സാധിപ്പിച്ചിരിക്കുന്നു. എബ്രായലേഖനം 10-ാം അധ്യായം വിട്ടിട്ടില്ലല്ലോ. 11-ാമത്തെ വാക്യം കൊണ്ട് വച്ച പോയിന്റ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. 11-ാമത്തെ വാക്യം: ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. മതി, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട്, അടുത്ത പദം, നിൽക്കുന്നു. അവിടെ നിൽക്കട്ടെ. പഴയ മറ്റുള്ള പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു? ആലയത്തിൽ എന്ത് നിൽക്കുന്നു? ഇരിക്കാറുണ്ടോ? പുരോഹിതന്മാർ ആലയത്തിൽ ഇരിക്കുമോ? കസേരയിൽ ഇരിക്കുകയാണോ? അല്ല. ഭാഷന്മാരോ? ഇരിക്കുക. പുരോഹിതന്മാരോ? നിൽക്കുക. എന്നാ കാര്യം? എന്നാ? ആലയത്തിനകത്ത് യഹൂദന്റെ പുരോഹിതൻ നിൽക്കുന്നതിൻ്റെ കാര്യം എന്നാ? ഇപ്പം ജോയി പാറയ്ക്കില്ല നിൽക്കുന്നതിൻ്റെ കാര്യം. എനിക്കൊരു പണിയുണ്ട്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവരെന്താ ഇരിക്കുന്നത്? ഒരു പണിയില്ല, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു പണിയോ? നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആണ്ട് ഇപ്പോൾ രാജീവ് മോനോ കൂടെ നിൽക്കുക, അങ്ങനെ കാര്യം. അവർക്കൊരു പണി, അത് കഴിഞ്ഞ് അവരുടെ പോയിരിക്കുക. 9-9 എൻ്റെ പണി തീരും, അപ്പോൾ ഞാൻ പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോകും. ഒരു കാര്യം ഉള്ളത് കൊണ്ടല്ലേ നിൽക്കുന്നേ? അല്ലേ? പുരോഹിതൻ എന്താ ആലയത്തിൽ നിൽക്കുന്നേ? ഒന്ന്, സമാഗമന കൂടാരത്തിൽ ഇരിപ്പിടമില്ല. രണ്ട് എങ്ങനെ ഇരിക്കും സമാധാനത്തോടെ? ഈ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നിട്ടില്ല. പ്രതികരിക്കാതെ എങ്ങനെ ഒരു പുരോഹിതൻ നിൽക്കും? കാരണം ദൈവത്തിനും ഈ നിൽക്കുന്ന ആളുകൾക്കും ഇടയിൽ നിൽക്കുന്നയാളാണ് പുരോഹിതൻ. ജനത്തിൻ്റെ പ്രശ്നം തീരാതെ എങ്ങനെ സമാധാനത്തോടെ പോയി ഇരിക്കും? അന്നും ഇന്നും പുരോഹിതന്മാർ അങ്ങനെ ജനത്തിന്റെ പാപങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞ് എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ സകല വിഴ, വലിയ വിഴ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത വാക്യം കൂടെ വായിക്കും.
അടുത്ത വാക്കും കൂടെ വായിക്ക്. അതാ മർമ്മം. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കൂടെ കൂടെ യാഗമില്ല, ആണ്ടുതോറും യാഗമില്ല, ഒറ്റ യാഗം പെസഹ കുഞ്ഞാടായി ക്രൂശിൽ യാഗമായി തീർന്നിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഒരുമിച്ച് വായിക്കില്ലേ? എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് പറയാ. എന്തോ വിഷമം? ഇരുന്നു കൊണ്ട് ദൂതം പിടി കിട്ടിയോ? പോയി മൈക്കിടെ പറയുമോ? ഇരുന്നു കൊണ്ട് പോയി ഉറക്കപ്പറ പോയി ഇരുന്നു കൊണ്ട് അങ്ങനെ പറ. ദൂതല്ല മനസ്സിലായോ? ഇന്നും അന്നും 2000 കൊല്ലമായി അന്നും ഇന്നും പുരോഹിതന്മാർ ആലയത്തിൽ ജനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞ് മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മകാണ്ഡങ്ങളും ചൊല്ലുത്തും പട്ടും പകുത്തും പത്രാസമായി ഇന്നും നിൽക്കുമ്പോൾ അവർ നിൽക്കുന്ന പ്രശ്നത്തിന് 2000 കൊല്ലം മുൻപ് ക്രൂശിൽ പരിഹാരം വരുത്തിയിട്ട് യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് ദൂത് മനസ്സിലായവർ കരമടിച്ചും രാത്രി ദൈവത്തെ സ്തുതിക്കണം. ഈ മതത്തിന്റെ വഞ്ചനാപരമായ ഏടാകൂടത്തിൽ നിന്ന് നമ്മെ വിടിവിച്ചു സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് കരമടിച്ചും രാത്രി ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രിയിലും പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ഞാൻ എന്നേക്കുമായി പരിഹരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ആരല്ല? പാപികളല്ല. അപ്പോൾ ഒരു ചോദ്യം, ഇപ്പോഴും പാപികളല്ലേ? അല്ലെന്ന്. വറചട്ടിയിൽ നിന്ന് വാരി കൊണ്ടുന്ന പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ വിപ്ലവത്തിൻ്റെ വിത്തുപാകിയ അടിമക്കച്ചവടം നിർത്തലാക്കുവാൻ രംഗത്തിറങ്ങിയ സമരവീരനായകനാണ് വിൽബർ ഫോഴ്സ്. ആ നിയമം അമേരിക്കൻ പാർലമെൻറ്റിൽ വരുത്തി തീർത്ത അമേരിക്കക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ. നിയമം പാസ്സായി, പാർലമെൻറ്റ് പിരിച്ചുവിട്ടു, ആളുകൾ പുറത്തിറങ്ങി, സൈറൺ മുഴങ്ങി, കമ്പനികൾ അടച്ചിട്ടു, ആളുകൾ റോട്ടിലിറങ്ങി, മുദ്രാവാക്യം മുഴക്കി. അടിമക്കച്ചവടം നിർത്തലാക്കിയ എബ്രഹാം ലിങ്കൺ നീനാൾ വാഴട്ടെ. സ്കൂളുകൾ അടച്ചു, സകല ആളുകളും റോട്ടിലിറങ്ങി. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞ തിമിർത്ത് റോട്ടിൽ കിടപ്പോവുകയാണ്. ഫ്ലക്സ് ബോർഡുകൾ നിമിഷ നേരം കൊണ്ട് ഉയർന്നു, വാഹനങ്ങളിൽ അനൗൺസ്മെന്റ് മുഴങ്ങി, എബ്രഹാം ലിങ്കൺ നീണാൾ വാഴട്ടെ, അടിമക്കച്ചവടം നിർത്തലാക്കിയിരിക്കുന്നു. ഇതൊരു ഭാഗം. പക്ഷെ ഇന്നും അവിടെ ആരുണ്ട്? അടിമകളുണ്ട്. ഇന്നും നമ്മുടെ ഇവിടെ ചാതുർവർണ്ണ ഉണ്ടായിരുന്നല്ലോ, ഇന്നും ഇവിടെ ആരുണ്ട്? അടിമകളുണ്ട്. എന്താ കാര്യം? അടിമയാകാൻ ഒരാൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ അടിമയാ ആകില്ല എന്ന് തീരുമാനിച്ചാൽ അവനാവില്ല. ഇന്ന് രാത്രിയിലും നീ പാപിയാണെന്ന് വീണ്ടും പറയുന്നെങ്കിൽ അതിനർത്ഥം നിന്റെ പാപങ്ങൾക്ക് യേശു ക്രൂശിൽ മരിക്കാത്തതല്ല പ്രശ്നം, മറിച്ച് പാപങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്ന ഈ അനൗൺസ്മെൻറ്റ്, ഇന്നലെയും ഇന്നും ഇവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഈ അനൗൺസ്മെൻറ്റ് നീ വിശ്വസിക്കാത്തതാണ് പ്രശ്നം. ഈ ബാനർ, ഞങ്ങൾ ഉയർത്തിയ ഈ ബാനർ, ഈ ഫ്ലക്സ് ബോർഡ് നീ വായിക്കാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു യാഗവും ക്രൂശിൽ നടക്കില്ല മക്കളെ. യേശുവിൻ്റെ കുരിശിലെ യാഗത്താൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ എന്നേക്കുമായി അവൻ പരിഹരിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ പരിഹരിച്ച ദൈവകുഞ്ഞാടായ യേശുവിന് സകല മാനവും മഹത്വം അർപ്പിക്കേണ്ടതിന് ഒന്നുകൂടെ കരമടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്ന് രാത്രി. മൂന്നാമത്തെ ഭാഗത്തേക്ക്, സ്വർഗലോകത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, പിതാവേ നിവൃത്തിയായി പ്രവചനങ്ങൾ. നമ്മോട് യേശു പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. മൂന്നാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് പാസ്റ്റൊക്കെ നിയമപരമായി അനുവദിച്ച സമയത്ത് നിർത്താവുന്ന ഒരു ശ്രമം നടത്തുകയാണ്. സ്തോത്രം. 9 മണി, അതാണല്ലോ ഈ 9 മണിക്ക് നിർത്താനാണ് ഇപ്പം എല്ലാവരും ആഗ്രഹം. ഞാൻ പറഞ്ഞിപ്പോൾ കൃത്യം അങ്ങോട്ട് പിടിച്ചു 9 മണിക്ക് തന്നെ നിങ്ങൾ കൃത്യസമയത്ത് വന്നവരോ വല്ലാണോ? ഒന്നും അല്ലല്ലോ. നമുക്ക് തോന്നിയപ്പോൾ നമ്മൾ വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ നിർത്താമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കൃത്യമായിട്ട് വന്നവർക്കല്ലേ കൃത്യം വന്നിരുന്നു വാശി പിടിക്കാനൊക്കത്തുള്ളൂ. പോട്ടെ, പണം കണ്ട മുന്നോട്ട് പോകും.
മൂന്നാമത്തെ ഭാഗം ശ്രദ്ധിച്ചു പോകണം. പിശാചിൻ്റെ കാര്യം പറയാൻ പോവുക. അത് പറയുമ്പോൾ ആളുകൾക്ക് കൂട്ടുവായിടാൻ തോന്നും, എഴുന്നേറ്റ് പോകാൻ തോന്നും, വാച്ചിട്ട് കൊണ്ട് വലിയ പറയും, ബൈബിളിൻ്റെ സിബിടും, പുറകിട്ട് നോക്കും, പോകാൻ. ഇതൊക്കെ സ്വാഭാവികം. പണ്ട് ഞാൻ സഭയിൽ സാത്താനും അവൻ്റെ പ്രവർത്തന പദ്ധതിയും എഹെസ്കേൽ സാറിൻ്റെ പുസ്തകം വായിച്ച ക്ലാസ് ആരംഭിച്ചു. ക്ലാസ് ആരംഭിച്ചപ്പം 50 പേരുണ്ട് സഭയിൽ. അവൻ്റെ തന്ത്രങ്ങൾ പറഞ്ഞപ്പം പകുതി ആളുകളേ ഉള്ളൂ. സാത്താൻ്റെ ശവസംസ്കാരം എന്നും പറഞ്ഞൊരു ഒരു പ്രസംഗമുണ്ട് എനിക്ക്, അത് ആ പുസ്തകത്തിലുണ്ട്. സാത്താൻ്റെ ശവസംസ്കാരം. അപ്പോൾ ആ പുള്ളിയുടെ ഫോണൽ സർവീസിൻ്റെ ഭാഗം അവസാനം അതിന് വന്നപ്പം 2 പേരേ ഉള്ളൂ ക്ലാസ്സിൽ. ഒന്ന് ഞാനും ഒന്ന് സാത്താനും, വേറെ ആരുമില്ല. അപ്പോൾ അവസാന ഭാഗം കേട്ട് ആശീർവാദം പറഞ്ഞിട്ട് കേട്ടോ, ഒരു പാട്ട് തീരെയല്ലേ, ഒരു പാട്ടൊക്കെ പാടി ആരാധിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. സ്തോത്രം, സ്തോത്രം. പിശാചിൻ്റെ തലയെ തകർത്തു. അങ്ങനെ പറഞ്ഞാലൊന്നും സ്തോത്രം പറയുകയില്ല അല്ലേ, പറയണമെന്നില്ല. ഈ പിശാചിൻ്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ എന്നാ അതിൻ്റെ അർത്ഥം? നമ്മുടെ ആളുകളൊക്കെ ഒന്നാമത് ഈ പിശാചിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പുള്ളിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, കാരണം യേശുവിൻ്റെ മുമ്പിൽ പുള്ളി ആരുമല്ല. അവനെന്തിനാ വെറുതെ ആവശ്യമില്ല അത് പൊക്കി പറഞ്ഞു. അവൻ്റെ തലയെ തകർന്ന് പറഞ്ഞാൽ ഈ തലമണ്ട തല്ലിപ്പൊട്ടിച്ചു എന്നാണോ അർത്ഥം? അല്ല, ഇതിനകത്തെന്തോ അവൻ്റെ ബുദ്ധി അതിനെ തകർത്തു എന്നാണ് എൻ്റെ അർത്ഥം. ഇത് തല്ലിപ്പൊട്ടിച്ചു എന്നല്ല. ഇപ്പോഴാണ് തലയില്ലേ, ഉണ്ട്. വെളിപ്പാട് 13 വന്നപ്പോൾ 10 കൊമ്പും 7 തലയും. നമുക്കെത്ര തലയുണ്ട്? 1. അപ്പോൾ അവനെത്രയുണ്ട്? 7. നമുക്കവനെ ജയിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജയാളിയാന്നൊക്കെ പറഞ്ഞ് നടക്കും. അയ്യോ, പിശാചിനെ പുറകെ നടക്കുന്ന ദൂരം ആളാണെന്നറിയാം. ചിലക്ക് എപ്പോൾ നോക്കിയാലും പിശാചിൻ്റെ തുപ്പലാ പണി, ആട്ടി തുപ്പലാ പണി. യേശുനാമത്തിൽ ഫലിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ മൊത്തം തുപ്പിയ തുപ്പലം എത്ര? 4.25 കിലോ. ഈ പുള്ളി പോയിട്ടുണ്ടോ? സത്യം പറ, ഇങ്ങോട്ട് നോക്കി പറ, പോയിട്ടുണ്ടോ? ഇല്ല. യേശു പറഞ്ഞു, അവൻ പോയിട്ട് പിന്നെയും വന്നു. നാണമില്ലാത്തൊരു സാധനമായി പുള്ളി. നമ്മൾ തുപ്പിയവും പോവും, പോകേണ്ട സമയത്തൊക്കെ പോവും കേട്ടോ. ചെല്ലു പറഞ്ഞു പഞ്ചായത്തിൽ നിന്നെ കണ്ടുപോകരുത് പിശാചിനോട്. എന്നോ അധികാരം, ഞങ്ങൾക്ക് കോർപ്പറേഷനൊക്കെ മേയറൊക്കെ ചിലർ. നമ്മൾ പറഞ്ഞാൽ ഈ പഞ്ചായത്തിന് മുന്നിൽ പോവോ? ഈ നാട്ടിൽ നിന്ന് പോവോ? ഉറക്കപ്പറ വാക്ക്. ഇങ്ങനെ ഇത് ഒന്നാമത് നമ്മളെ കബളിപ്പിക്കുകയാണ് ആളുകൾ. നാളെ പണ്ട് ഞാൻ അങ്കമാലിലല്ലയോ, അപ്പം ഞാൻ ഈ ഒരു ട്രെൻഡാണല്ലോ ഒരു സമയത്ത്, വീഴുക, മറിയുക, ഉരുളുക, ഒരു ട്രെൻഡാണ്. അത് കുറച്ച് നിന്നോളും. സ്ഥിരമായി നിൽക്കുന്ന വചനം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരിടയ്ക്ക് യോഗം കഴിയുമ്പോൾ 50 എഴുന്നേറ്റ് വരെ 40 മറിഞ്ഞിടുക, പിന്നെ 30 എഴുന്നേറ്റ്, പിന്നെ ബോധം കെടുന്ന വരെ മറിഞ്ഞിടുക. അതൊക്കെ ഒരു ട്രെൻഡാണ്. അതൊക്കെ പോയെന്നേ. ഇപ്പോൾ അങ്കമാലി കുറേ നാൾ മുമ്പ് ഞങ്ങൾ ഒരു ഉപവാസപാതനെ പറഞ്ഞു, നമുക്കിന്ന് അങ്കമാലി മുനിസിപ്പാലിറ്റി നിന്ന് പിശാചിനെ ഓടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതങ്ങനെ, ഞാനും കൂടി. അപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നിന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചവിട്ടാ. ഞാൻ പുറത്തുപോയി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തൊട്ടപ്പെടുത്ത കൊരട്ടിയിലാണ് പ്രസംഗിച്ച് കേട്ടു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർമാർ പറഞ്ഞു നമുക്ക് കൊരട്ടി പഞ്ചായത്ത് പിന്നെ പുറത്താക്കാം. അപ്പോഴാണ് ഞാൻ കൺഫ്യൂഷനിലായത്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അവൻ അവിടെ നിന്ന് ചവിട്ടി ഇങ്ങോട്ടാണ് വിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ചവിട്ടിയാലും ഇവനെ അങ്ങോട്ടാണ് പോകുന്നത്. വീണ്ടും എൻ്റെ വീട്ടിലോട്ടല്ലേ വരുന്നത്. 1100 പഞ്ചായത്തിലും പാസ്റ്റർമാരിങ്ങനെ ചവിട്ടാൻ നിൽക്കില്ലയോ, പിന്നെ ഇവനെ എവിടെ പോകുന്നു പറ ആദ്യം. നിങ്ങൾക്ക് വല്ല തലയ്ക്ക് ബോധമുണ്ടോ ആദ്യം തന്നെ? അത് പറ. ഈ നാട് ആരുടെയാന്ന് പറ ആദ്യം. ഈ ലോകം ആരുടെയാ? നമ്മളപ്പം എവിടത്തുകാരാ? ആർക്കറിയാം? ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ. ഇപ്പം നമ്മൾ പാടുന്നുണ്ടോന്നാ? ഇവിടെ നമ്മൾ പരദേശി ഉപദേശിയാണെന്നാ. എന്നിട്ട് ഇവിടെ സ്ഥലം കിട്ടിയില്ല, വീട് കിട്ടിയില്ലെന്നും പറഞ്ഞുള്ള പണ്ടപ്പരപ്പം പരാതി അപാരമാണ്. സ്തോത്രം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ 51 ഉപദേശിവരും മാലയായി തുപ്പിയാൽ ഇവൻ പോവുകയില്ല. ഞാൻ തുപ്പി കാണിച്ചോളൂ.
ഇവനെപ്പോഴാ പോണേന്ന് വല്ല അറിയാമോ? വചനത്തിലേക്ക് വാ. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരും. 1000 വർഷം ഭരിക്കാൻ നേരത്തെ ഇവനെ ചങ്ങലയിട്ട് തമ്പരാനാ പൂട്ടുന്നത്. മനസ്സിലായോ? അപ്പോഴേ പുള്ളി ഇവിടെ ഇല്ലാതിരിക്കത്തുള്ളൂ. അവനിവിടെ ഇല്ലാതായാൽ നമുക്കൊരു ഇത് വേണ്ടേ? അവനുണ്ടെങ്കിലേ നമുക്ക് തന്നെ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഭരിക്കാൻ സുഖമുള്ളൂ എന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ കയറി കൈവെക്കുന്നു അല്ല ഈ പറഞ്ഞത്. ഇവിടെ നാടാ വരുന്നേ? ഊസ് ദേശത്ത്. ഇയ്യോബിന്റെ വീട്ടിൽ കയറിയോ? കയറാൻ പറ്റണ്ടേ? എന്താ കാര്യം? അവിടെ നീ 3 വേലിയല്ലേ കെട്ടിയേക്കണേ. ഊസ് ദേശം മുഴുവൻ വേലി കെട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയ്യോബിന്റെ വീട്ടിൽ കയറണമെങ്കിൽ, അവന്റെ വസ്തുവിനെ തൊടണമെങ്കിൽ, അവന്റെ വാദത്തെ തൊടണമെങ്കിൽ, തമ്പുരാൻ അനുവദിക്കാതെ രക്ഷിക്കപ്പെട്ടവനെ തൊടാൻ അവനെ ദൈവം അനുവദിച്ചിട്ടില്ലെന്നാണ്. രണ്ടുപേരെ അവതരിപ്പിക്കാൻ വേണമെങ്കിൽ ഇയ്യോബിനെ ഒന്ന് പാറ്റാൻ തരാമോ? കൊണ്ടുപോയി പാറ്റടാവേ, കൊണ്ടുപോയി പാറ്റ. അവൻ പതിരല്ല കതിര, പൊന്നുപോലെ അവൻ പുറത്തു വരും. ഇപ്പുറത്തെ പത്രോസ് പാറ്റാൻ തരാമോ? തരില്ല, തരില്ല. എന്താ കാര്യം? നിൽക്കുന്നു കതിര് പോലെയാണെങ്കിലും മൊത്തം പതിര. അതുകൊണ്ടാ അറിയാമോ? പത്രോച്ചായ, നിന്നെ പാറ്റേണ്ടതിന് ഇവൻ പലവട്ടം ചോദിച്ചു. നിന്നെ ഞാൻ വിട്ടുകൊടുക്കാത്തോണ്ടാ നീ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? ആരെ കൊടുക്കണമെന്നും ആരെ കൊടുക്കണമെന്നും നമ്പരാൻ അറിയാമെന്ന്. അതുകൊണ്ട് ഞാനതിൻ്റെ ദൈവശബ്ദത്തിലേക്ക് പോവുക. അതുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഉൽപ്പത്തിയിലേക്ക് വരാം. എടുക്കണ്ട, ഇനി പുസ്തകമൊക്കെ അടച്ചു. 9 ആകാൻ 5 മിനിറ്റ് ഉള്ളപ്പം പാസ്റ്റർ ഉൽപ്പത്തിയിലേക്ക് പോവുക. ദൈവമേ, ഈ മനുഷ്യൻ ഈ വെളിപ്പാട് എത്തുമ്പോഴേക്കും അങ്ങനെ പേടിക്കൊന്നും വേണ്ട. 9:15 വരെ തന്നിട്ടില്ലയോ? 9:15 തീരും. പുസ്തകം വേണേ അടച്ചോ, നിങ്ങൾക്കൊരു സമാധാനം ആയിക്കോട്ടെ. ശരി, ഇനി തുറക്കണ്ട കേട്ടോ. ആദാമേ, ശപിക്കാൻ പോവുക കേട്ടോ. ശാപം എന്നുള്ള ആ വാക്ക്. ആദാമേ, നീ മുഖത്തെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും. ഞെട്ടിപ്പോയി. പെങ്കൊച്ചിനോട് വേദനയോടെ മക്കളെ പ്രസവിക്കും. ഭൂമിയോട് മുള്ളും പരക്കാരിൽ നിന്ന് മുളയ്ക്കും. പാമ്പിനോട് ഉരസുകൊണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടി നിനക്ക് ആഹാരമായിരിക്കും. 4 ഞെട്ടിപ്പോയി. ആ 4 ഇപ്പം നടക്കുന്നുണ്ടല്ലേ? ഞാൻ പ്രസവിക്കുന്നു, വിയർക്കുന്നത് കാര്യം ശാപകരമായ ഭൂമി ആയതുകൊണ്ടാണ്, തേജസ്കരിക്കപ്പെട്ട ശരീരമല്ലാത്തതുകൊണ്ടാണ്. ഇനി സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ വേദനയില്ലേ? ഇല്ലേ? ഇവരോട് വെച്ചറിയാൻ പറ്റുമോ നിങ്ങൾ? ഉണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം സിസ്റ്ററിനായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് എന്താ പറഞ്ഞ, പണ്ട് പേര് ഇപ്പം കീറ്. അതിനേക്കാൾ വലിയ പ്രശ്നം മക്കളെ. 6 മാസം കഴിഞ്ഞിട്ട് നടുവേദന മരണം വരെ മാറത്തില്ല, വേദനയുണ്ട്. ഇനി മുള്ളും പറക്കാരയും മുളയ്ക്കും. കണ്ടോ? നമ്മൾ എല്ലുപൊടി ഇടുന്നത് എങ്ങനെ പോലും തേങ്ങയില്ല. പക്ഷേ കണ്ണും കൈക്കോട്ടും എത്താത്ത സ്ഥലത്ത് മുള്ളും പറക്കാരയും ആർത്ത് മുളയ്ക്കും. ഒരു വളവിടണ്ട. ഭൂമിയിലെ പൊടി നിനക്ക് ആഹാരമാകും. കണ്ടോ? ഇന്ന് പുതുമഴ പെയ്യട്ടെ, സകല പാമ്പൻ റോട്ടിൽ കാണും. ഞാനൊക്കെ രാത്രി വണ്ടി ഓടിച്ച് പോകുന്ന ആൾ. മഴ പെയ്താൽ ഇവൻ റോട്ടിൽ എന്താ കാര്യം? ഇവന് പൊടിയാണ് ആഹാരം. മനസ്സിലായോ? ഈ പൊടി കൊണ്ടാ ആരെ ഉണ്ടാക്കിയിരിക്കുന്നേ? ഇരുമ്പ് കണ്ട ഇരുമ്പ് കൊണ്ടുണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നേ? പൊടിയാണെന്ന്. അപ്പം ഈ പുള്ളി ആരെ പുറകെ കാണുമെന്ന്? നമ്മളെ പുറകെ കാണുമെന്ന്. പിന്നെ കയറാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അതറിയണ്ടേ? ചവിട്ടി കൂട്ടിയാണ് ഇഷ്ടിക ഉണ്ടാക്കുന്നത്. അതാർക്കും ചവിട്ടാം. പക്ഷേ ചൂളയ്ക്ക് വെച്ച് അതിനകത്ത് തീ കയറി അതിൻ്റെ കളറങ്ങോട്ട് മാറിയാൽ ഒരുത്തനും അതിന് ചവിട്ടാൻ ഒക്കുകയില്ലെന്ന്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നിന്നെ ആർക്കും ചവിട്ടാവുന്ന പരുവത്തിൽ നിന്ന് എൻ്റെ യേശുവിൻ്റെ കുരിശിൻ്റെ മൂശയിൽ നിന്നെ വാർത്തെടുത്ത് ആത്മാവിനെ അകപ്പാക്കി കഴിഞ്ഞാൽ കണ്ടവനും പോകുന്നവനും തോണ്ടാനുള്ളതല്ല നീ. നീ ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്രയിട്ടവനായത് കൊണ്ട് മനസ്സിലായി. അവിടെ മുതലൊരു ദൂത് പറയാം, സ്ത്രീയുടെ സന്തതി നിന്റെ തല എടുക്കും. ഇനി അതങ്ങോട്ട് വിവരിക്കേണ്ടതാണ്. പക്ഷേ സമയം പലവട്ടം പറഞ്ഞതുകൊണ്ട് ഇനി ലംഘിക്കാനൊക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? സാത്താൻ അന്ന് മുതൽ ഇവനങ്ങനെ നോക്കുകയാണ്. എൻ്റെ തല ആരെടുക്കും? സ്ത്രീയുടെ സന്തതി എടുക്കും. അന്ന് മുതൽ ഇവൻ ഈ സ്ത്രീകളെ നോട്ടം വിട്ടുന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഭാവനാപരമായ ചിന്തയാണ്. നിങ്ങൾ നോക്കിക്കേ, ബൈബിളിൽ
ഈ നന്നായിട്ട് ജീവിച്ച, ഭക്തിയോടെ ജീവിച്ച, പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ച മിക്കവാറും സഹോദരിമാർക്ക് പിള്ളേരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബ്രഹാം ഭയങ്കര വിശ്വാസവീരനാണ്. സാറാക്ക് പിള്ളേരുണ്ടോ? ഇല്ല. ഇസ്ഹാക്കിൻ്റെ ഭാര്യയ്ക്ക് പിള്ളേരുണ്ടോ? യാക്കോബിൻ്റെ ഭാര്യയ്ക്ക് പിള്ളേർ. ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാ? റാഹേൽ. അതിനുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെടാത്തതിനുണ്ട്. എല്ലാ കൊല്ലവും പള്ളിയിൽ പോവുകയും കൃത്യമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഹന്നാക്ക് പിള്ളേരുണ്ടോ? ഇല്ല. ഒരിക്കലും പള്ളിയിൽ പോകാത്ത പെരിനയ്ക്കോ? അത് ആണ്ടുതോറും ബലം കായ്ക്കുക. അഹരോന്റെ കൂറിൻ്റെ ക്രമപ്രകാരം കൃത്യമായി ധൂപം കിട്ടുന്ന ശക്കരിയാവിൻ്റെ ഭാര്യ എലിസബത്തിന്റെ പിള്ളേരുണ്ടോ? ഇല്ല. കണ്ടോ? അപ്പം നേരെ ജീവിക്കുന്നവർക്ക് പ്രശ്നമാന്നേ. ഇവിടെ നേരെ തിരിച്ച പിടിപ്പിച്ച ആൾക്കാർ പറയുന്നത് അങ്ങനൊന്നുമല്ല. ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം കുറേ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഭക്തി കുറയ്ക്കാന്നുള്ളേ ഉള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ലോകത്തിൽ നിങ്ങൾക്ക് അപ്പം കഷ്ടം ലോകത്തിൽ നിന്ന് പോകണം. അതാ എൻ്റെ വ്യാഖ്യാനം. സ്വോത്രം അവിടെ നിൽക്കട്ടെ. അപ്പം ഈ പുള്ളിക്ക് മനസ്സിലായി ഈ സ്ത്രീകളുടെ പുറകെ ഏത് കൊച്ചിനെ പിന്നെ അവിടെയല്ലേ യഹോവ അവൾ ഗർഭം അടച്ചു തുറന്നു. അങ്ങനെ എന്നറിയാമോ? യഹോവ യുദ്ധതന്ത്രജ്ഞനാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. സൈന്യമുണ്ട്. അപ്പം ഈ യഹോവയും സാധാരണ തമ്മിലാണല്ലോ യുദ്ധം. നോക്കിക്കോ, ഇവൻ്റെ ശ്രദ്ധ മുഴുവൻ, സാത്താൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പ്രാർത്ഥിക്കുന്ന ജനിക്കാറായ അവരിലേക്ക് ഇവൻ്റെ ശ്രദ്ധ തിരിച്ചു വിട്ടു. ഒന്നും ക്ലൈമാക്സിലേക്ക് വരിക. അങ്ങനെ തിരിച്ചു വിട്ടും യേശു ജനിക്കുന്നതിന് ഒരു 6 മാസം മുൻപ് പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് എലിസബത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ വഴിയൊരുക്കാൻ വന്ന യോഹന്നാന് ദൈവം കൊടുത്തു. അപ്പോൾ അന്നേരം ഭയങ്കര എന്താ കാര്യം, ഈ സത്യം പറഞ്ഞ എലിസബത്തിന് നാട് മുഴുവൻ അനൗൺസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്. എന്തോന്ന്, എനിക്ക് വിശേഷമുണ്ട്, കർത്താവിനെ കടാക്ഷിച്ചു എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ മിണ്ടാൻ മേല. എന്താ കാര്യം? ഒരമ്മച്ചോട് പറഞ്ഞതാ, എനിക്ക് വിശേഷമുണ്ട് അമ്മച്ചി, അച്ചായൻ പള്ളിയിൽ നിന്ന് സ്വോത്രക്കാഴ്ച കട്ടെടുക്കുന്നുണ്ട്, ആ പിള്ളേരുണ്ടാകാത്തത് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നും അല്ല. ഇപ്പം എനിക്ക് പറയണമെന്നുണ്ട്. പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, നീ ഒന്നും മിണ്ടായിരിക്കുക, എനിക്ക് കാര്യം എന്നെ കാര്യം അറിയാം. എടി നിനക്ക് വിഷയം ഉണ്ടെന്ന് പറയുന്ന അന്നേരം മുതൽ ശക്രാവ് മിണ്ടിയിട്ടില്ലല്ലോ. അതെന്നാ കാര്യം? എന്നാ കാര്യം? അവൾ പറഞ്ഞു, അതാ നീ പറയുമായിരിക്കും യഹോവ അതെന്നൊക്കെ. ഞാൻ എന്നെ കൊണ്ടൊന്നും പറയണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പം അത് മുതൽ എലിസബത്തിന് മിണ്ടാട്ടം മുട്ടി. ഉണ്ടോ? ഈ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് മിണ്ടാട്ടം മുട്ടുന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസക്കരിയാവും മിണ്ടുന്നില്ല, ചെല്ലട്ടൊപ്പം ഒട്ടിച്ചോല പുള്ളിയും മിണ്ടുന്നില്ല. എലിസബത്തിന് മിണ്ടാം, പക്ഷെ മിണ്ടിയ ചോദ്യം വരും, അതുകൊണ്ട് അതും മിണ്ടുന്നില്ല. രണ്ടുപേരും കൂടെ നടന്നപ്പം സാത്താന് മനസ്സിലായി, ഇതിൻ്റെ അകത്തുള്ളതാണ് എൻ്റെ തല എടുക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ പുറകെ നടക്കുക. ആര്? സാത്താൻ. അവൻ്റെ പുറകെ ഇവനെ നടത്തിയേച്ചും ഇപ്പുറത്ത് അമ്മ മറിയത്തിൻ്റെ ഉള്ളിൽ യേശുവിന് ജന്മം നൽകി ദൈവം. എൻ്റെ ഒരു ചിന്ത പറയുകയാണ്, ഒരു പരിധിവരെ യേശുവിൻ്റെ ജനനമോ ജീവിതമോ പിന്നെ അധികം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം 6 മാസത്തെ മൂപ്പിൽ മറ്റവനിങ്ങനെ നടക്കുക. അവൻ്റെ പുറകെ അവൻ്റെ രൂപവും ഭാവവും ഒട്ടകരോമവും അരയിൽ തൊലവാറും വർത്തമാനവും ഒക്കെ കണ്ടപ്പോൾ ഇവനാണെന്ന് ആ ധൈര്യവും അവൻ്റെ വാക്കിൻ്റെ സർപ്പസന്തതികളെ അങ്ങനെ പുള്ളി പറയും. നമ്മളോ സഹോദരന്മാരെ ഈ പുള്ളിയോ അല്ല പുറകെ നടക്കുക. അങ്ങനെ വിദ്വാൻമാർ കൊട്ടാരത്തിൽ വന്നപ്പം മനസ്സിലായി യേശു എണ്ണിച്ചെന്നു. ഹേരോദാവിൽ കയറി 2.5 വശത്ത് ആളുകളെല്ലാം കൊന്നു കളഞ്ഞു. സമാധാനമായി. ഇനി ബാക്കി ഇവിടെ കേൾക്ക്. പെരുംകുളം ജംഗ്ഷനിൽ ഉപ്പൻചാക്കിൻ്റെ പുറത്ത് അങ്ങനെ പിശാചിരിക്കുക. ഇതിലൂടെ എങ്ങാനും ആര് പോകണ്ടോ? യേശു പോകുന്നുണ്ടോ? ഈ സ്കൂളിലൊക്കെ പോകുമല്ലോ, അപ്പം കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതി. ഇതൊക്കെ എൻ്റെ ഭാവനാപരമായ കാര്യങ്ങളാണ് കേട്ടോ. നല്ല ഭാവനയാണെങ്കിൽ എടുത്താൽ മതി. യേശു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. പോയിട്ടുണ്ടോ? വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവനെങ്ങനെ ശാസ്ത്രം? എന്താ പള്ളിക്കൂടത്തിൽ വിടാതിരുന്നേ? കാരണമുണ്ട്. പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അമ്മയുടെ പേര് മറിയ, അപ്പൻ്റെ പേര് സ്വർഗസ്വനായ പിതാവ്. അഡ്മിഷൻ കിട്ടുമോ? കൊച്ചെ ആദ്യം അപ്പൻ്റെ സ്വർഗസ്വനായ പിതാവ്, പിന്നെ നുണ എഴുതി വെക്കണം യോസേഫ്. യേശു നുണ എഴുതുമോ? ഇല്ല. അപ്പം പോകാതിരുന്ന ആ പ്രശ്നമില്ല അച്ഛാ. അത് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം നെഞ്ചിൽ കൈവച്ച് പറയാം.
എൻ്റെ യേശുവിനെ പോരാ, നമ്മുടെ യേശുവിനെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരധ്യാപകനും ഇതുവരെ ലോക ചരിത്രത്തിൽ ജനിച്ചിട്ടില്ല. നീ 50 PhD ഉള്ളവനാണെങ്കിലും ഈ തച്ചൻ്റെ കാൽക്കൽ ഇത് പഠിക്കണം. അതാ യേശു പള്ളിക്കൂടത്തിൽ പോകാത്തത്. ഇങ്ങനെ ഇരിക്കുമ്പം ഈ പെരുങ്കുളത്തിൽ കൂടെ അങ്ങനെ ഒരു പെരുങ്കായത്തിൻ്റെ സഞ്ചിയും പിടിച്ച് യേശു ഇങ്ങനെ നടക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും. യേശു ഇങ്ങനെ നോക്കിയപ്പം 12ാമത്തെ വയസ്സിൽ ആലയത്തിൽ വെച്ച് കണ്ടെങ്കിലും അനൗൺസ്മെൻറ്റ് മുഴങ്ങി യേശുവിനെ പിടിച്ചുകൊണ്ട് പോയതാ. ഒരു പൂച്ചക്കണ്ണ തോളറ്റം മുടി കണ്ടപ്പോൾ ഒരു ദിവ്യത്വമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇവനൊന്നും ആയിരിക്കും ശാന്തൻ. മറ്റവൻ്റെ പുറകെ കണ്ണ് മുഴുവൻ. എന്നാലൊരു സംശയം, ഇനി യേശുവിൻ്റെ ഈ സഞ്ചിക്കകത്ത് എന്നതാ ഞാനറിയാതെ ഈ ഗമാലിയലിൻ്റെ കാൽക്കീടുക്കുന്ന വചനം പഠിക്കുന്ന കാലമല്ലേ, ഗുരുകുല വിദ്യാഭ്യാസം. ഇപ്പം ഞാനറിയാതെ ന്യായപ്രമാണം അങ്ങനെ സൂത്രത്തിൽ പോയി പഠിക്കുന്നതാണോ എന്നറിയാൻ യേശുവിനെ ഒരിക്കൽ ചെന്ന് ആ സഞ്ചി ഇങ്ങനെ വിടർത്തി നോക്കി. സമാധാനമായി. വെറുതെ പാവം കൊച്ചിനെ സംശയിച്ചു. എന്താ സഞ്ചിക്കകത്ത്? 2 വീതുളി, ഒരു കുട്ടുപൊടി, ഒരു മുഴക്കോല്. സമാധാനം. വെറുതെ ഈ കൊച്ചനെ സംശയിച്ചു. തച്ചൻ്റെ മകൻ, സത്യം അവൻ തച്ചൻ്റെ മകനാണ്. 2-3 മീറ്റർ മാത്രം നീളമുള്ള മരമുട്ടിയുടെ മുമ്പിൽ കയറിയിരുന്ന് ചിന്തിച്ച ചിന്തർ പിടിച്ചു വലിച്ച മരത്തിന്റെ വളവ് മാത്രം നിവർത്തുന്ന ലോകം കണ്ട മരാശാരി മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. കൂട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് പണിത നിന്റെ മനസ്സിന്റെ തകർച്ചകൾ മാറ്റുവാൻ കഴിയുന്ന, ഈ പഞ്ചായത്തിനെ വെല്ലുവിളിക്കുന്ന ദേശാധിപതിയുടെ ബന്ധനങ്ങൾ അറുക്കുവാൻ കഴിയുന്ന, തല തെറിച്ച നിന്റെ തലമുറകളെ കൈവിട്ടുപോയ തലമുറ പിടിച്ചെടുത്ത് പണിയാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ പെരും തച്ചനായ ശില്പിയത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. യേശുവിന്റെ കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് പണിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ഈ പെരും തച്ചനും മഹത്വം കൊടുക്കണം ഇന്ന് രാത്രിയിൽ. യേശുവിന്റെ വയസ്സ് 30. പ്രസംഗത്തിന്റെ ക്ലൈമാക്സിലേക്ക് പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പം പറഞ്ഞു, ഇവിടെ പെരുങ്കുളത്തെ യോഗം നടക്കുന്നുണ്ട്. പിശാച് ഓടിച്ചു നോക്കിയപ്പോൾ യോഹന്നാൻ പ്രസംഗിക്കുന്നു. അങ്ങനെ നോക്കി നിൽക്കുക. നമ്മളെപ്പോലെ അല്ലല്ലോ. നമുക്ക് 9 വാച്ച് നോക്കണം, വീട്ടിൽ പോകണം. ആ പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതിന് നോക്കി നിൽക്കുക. ശരിക്കും നോക്കിയപ്പം ഇവൻ്റെ പ്രസംഗം തകർപ്പൻ പ്രസംഗം, യോഹന്നാൻ്റെ പ്രസംഗം കേട്ടോ. അപ്പം ജനങ്ങളെല്ലാം പറഞ്ഞു യോഹന്നാനാ വലിയത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോളാം. നമ്മളെയെല്ലാം വട്ടം കറക്കുന്ന, കൺഫ്യൂഷനിലാക്കുന്ന ഒരാളാണ് പിശാച്. അവനെ കൺഫ്യൂഷനിലാക്കുന്നവനാണ് ദൈവം. ആ കൺഫ്യൂഷൻ പറയാൻ പോകും, വളരെ ശ്രദ്ധിച്ചിരുന്നു. നോക്കിയപ്പോൾ യോഹന്നാനെ ആളുകൾ പുകഴ്ത്തി, ഇപ്പം ഭയങ്കര വലിയവൻ. അപ്പം വിചാരിച്ചു ഇവനായിരിക്കും ക്രിസ്തു, എൻ്റെ തലെടുക്കാൻ വരുന്നവൻ. അപ്പം ഈ യോഹന്നാൻ പറയാം, ഇവൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോഴേ യോഹന്നാൻ പറഞ്ഞു, സർപ്പസന്തതികളെ അടുത്ത കേട്ടുള്ള, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നേക്കാൾ വലിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കളത്തെ മുറ്റും വായിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, അത് ശരി, നീ അല്ലേ വലിയവൻ, നിന്നേക്കാൾ വലിയവനുണ്ടോ? അതാര്? നോക്കി നിൽക്കുമ്പോൾ യോഹന്നാൻ 1:29 പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നു. ഇവൻ പറഞ്ഞു, ബിഹോൾഡ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് ശരി, ഈ പെരുങ്കായത്തിൻ്റെ സഞ്ചിയും വീതുളിയും കൊണ്ടോട് നീ എന്നെ പറ്റിക്കാറില്ലേ? അപ്പം ആൾക്കാരെല്ലാം പറഞ്ഞു യോഹന്നാനാ വലിയവൻ. അപ്പം യോഹന്നാൻ പറഞ്ഞ ആരാ വലിയവൻ? യേശുവാണെന്ന്. അപ്പം യേശുവിനെ നോക്കിയപ്പം യേശുവിനെ മനസ്സിലായി പിശാചിയോത്തിന് വന്നിട്ടുണ്ട്. അപ്പം യേശു പറയാം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഈ നിൽക്കുന്ന യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അപ്പം അവൻ പറഞ്ഞു, ആളുകൾ പറഞ്ഞു യോഹന്നാനാ. യോഹന്നാൻ പറഞ്ഞു യേശുവാ. ഇപ്പം യേശു പറഞ്ഞു ആരാ? അപ്പം യോഹന്നാൻ്റെ മുഖത്ത് വയ്ക്കും. അപ്പോൾ യോഹന്നാൻ പറയാം, ഞാനങ്ങനെ ഈ ആളുകളെ സ്നാനപ്പെടുത്തിയെങ്കിലും ഈ സ്നാനം നിൻ്റെ കൈ കൊണ്ടായിക്കോട്ടെ. അപ്പം ആരാ വലിയവൻ? യേശു. അപ്പോൾ യേശു പറയാം, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകലനിധിയും. അപ്പം ആരാ വലിയവൻ? ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്ക് അന്ന് തലകറക്കമുണ്ടായി. ആരാ വലിയവൻ അറിഞ്ഞിട്ട് വേണ്ട ഇടങ്കാലിട്ടെങ്കിലും വീഴിക്കാൻ. ഞാൻ ദൂത് പറഞ്ഞോട്ടെ, നിന്റെ തല എടുക്കും എന്ന് വെല്ലുവിളിച്ചവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കൂടെ
അബദ്ധത്തിൽ ഒരു ഇന്നോവയ്ക്കകത്തല്ല, 30 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും കൺമണി പോലെ നിന്നെ സൂക്ഷിച്ച് നടത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ രാത്രി ദൂത ഏറ്റെടുത്തോ, നിന്റെ തല എടുക്കുമെന്ന് പറഞ്ഞവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു നിയോഗം 2024 അഭിഷിക്തന്മാരെ നമുക്ക് ദൈവം കൈമാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. രണ്ടും കൂടെ വെള്ളത്തിലോട്ടിറങ്ങി. അപ്പോഴും ആരാന്ന് ഒരു പിടുത്തമില്ലാലും ആരാന്ന് പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റൂ. ഞാനും ഇങ്ങനെ പറയുന്നേ, ഈ സ്നാനപ്പെടുന്നവരെ ആരോടൊന്നും പറയാതിരിക്കുക നല്ലത്, അല്ലെങ്കിൽ അവന് മുടക്കൂന്നേ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ നോക്കൂ, ഇത് ആരാ വലിയവൻ കണ്ടോളണം. യേശു മുങ്ങി, യോഹന്നാൻ മുക്കി. പിശാചിന് മനസ്സിലായി, മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അപ്പം ആരാ വലിയവൻ? അപ്പം പറഞ്ഞു, യോഹന്നാൻ നീയാണ്, നീ ഇങ്ങോട്ട് കയറി വന്ന് നിന്റെ ഒട്ടകരോമം പിടിച്ച് വലിയാൻ. യേശു പൊങ്ങിയപ്പം ഡിക്ലറേഷൻ കണ്ടോളണം. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? യേശു പൊങ്ങി ഇങ്ങനെ നിൽക്കുമ്പം ഡിക്ലറേഷൻ, പ്രഖ്യാപനം. യഹൂദ എലയാസർ ജനിപ്പിച്ചു, എലയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേപ്പിനെ ജനിപ്പിച്ചു. അതാണ് വാക്യം. അടുത്തത് യോസേപ്പിൽ നിന്നല്ല, കേട്ടോ, അവനിൽ നിന്നല്ല, അവരിൽ നിന്നല്ല. വാക്യം, അവളിൽ നിന്ന് യേശു ജനിച്ചു. ഉണ്ടോ? ഏതവൾ? സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് യേശു ജനിച്ചെന്ന്. അതാര് പറയണം? യോഹന്നാന് പറയാനൊക്കെയില്ല, നാട്ടുകാർക്ക് പറയാനൊക്കെയില്ല. ആ പദ്ധതി ഒരുക്കിയ ദൈവം പറയാണ്, എലീഹൂദിന്റെ മകനായ, എലയാസാന്റെ മകനായ, മത്താന്റെ മകനായ, യാക്കോബിന്റെ മകനായ, യോസേപ്പിന്റെ മകൻ അല്ല ഇവൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീ. ഈ ട്രിനിറ്റി, തൃത്വം ഒന്നും തെളിയിക്കാൻ പറ്റിയ സമയമല്ല. യോഹന്നാൻ സ്നാപകം പോലും തൃത്വം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആര് കണ്ടിട്ടുണ്ട്? പിശാചി കണ്ടു. പുള്ളിക്ക് അവിടുത്തെ നേരത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ, പുള്ളി അവിടുത്തുകാരനാ. അപ്പം പുള്ളി നോക്കിയപ്പോൾ മുകളിൽ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം, താഴെ പുത്രൻ തമ്പുരാൻ നിൽക്കുന്നു. പുള്ളിക്ക് അതുകൊണ്ട് ഉറപ്പില്ല. ഇതങ്ങോട്ട് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ ഒരാളും കൂടെ വരണമല്ലോ. ആര്? പരിശുദ്ധാത്മാവ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം ഒരു 3 പേരും കൂടാ ചെയ്യുന്നേ. അവൻ്റെ കൺഫ്യൂഷൻ ഇങ്ങനെ മാറാതെ നിൽക്കുമ്പം മേഘവാലികളെ പിളർത്തിക്കൊണ്ട് ചിറകടി ശബ്ദത്തോട് പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്ന് ആവസിക്കുന്നു. ഇന്ന് രാത്രി ആ ദൂതിന്റെയും മർമ്മത്തിന്റെയും മുൻപിൽ എന്റെ യേശുവിനെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ പദ്ധതികൾ ഓർക്കുമ്പോൾ ഒന്ന് കരമടിച്ചോ ആർപ്പിട്ടുകൊണ്ടോ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നെങ്കിൽ സ്തുതിക്കപ്പെടട്ടെ. രണ്ടും കൂടെ കരയിൽ കയറി. യേശു പറഞ്ഞു, ആളുകൾക്ക് പോകാം. ആളുകൾ പോയി. യോഹന്നാൻ പറഞ്ഞു, നിനക്കും പോകാം. യോഹന്നാനും പോയി. പിശാച് പറഞ്ഞു, ഞാനും പോവുക, നീ പോകല്ലോ, ഇവിടെ വാ. നിനക്ക് കാര്യം ഞാനൊന്നും മനസ്സിലായില്ല. 40 കഴിഞ്ഞിട്ട് പോയാൽ മതി. 40 ദിവസം അവനുമായി ആർഗ്യുമെൻറ്റ്. പറഞ്ഞു, മോനെ 3.5 കൊല്ലം കൂടെ ഞാനവിടെ ഉണ്ട്. ഇപ്പം 30 കൊല്ലമായി. എൻ്റെ വഴിയെങ്ങാനും തടയാൻ വന്നാൽ നിന്നെ സമയത്തിന് മുൻപേ ഞാൻ ദണ്ഡന സ്ഥലത്തേക്ക് വിടും. അതുകൊണ്ടാണ് യേശു ഈ ഗദരദേശത്തെ കാലുകുത്തിയപ്പം മൂക്കും കുത്തി വീണിച്ചും സമയത്തിന് മുമ്പേ ഞങ്ങൾ എന്ത് ചെയ്യരുത്, വഴിമാറാൻ പറഞ്ഞു. വഴിമാറി. നമുക്ക് ക്രൂശിലേക്ക് വന്ന് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ക്രൂശിൽ യേശു മരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പിശാചിൻ്റെ കൺഫ്യൂഷൻ തുടരുകയാണ്. കാരണം ഇതെല്ലാം പിതാവ് പറഞ്ഞെങ്കിലും ജനം ഇപ്പോഴും വിളിക്കുന്നത് ഇവൻ തച്ചൻ്റെ മകൻ, മറിയയുടെ മകൻ, യാക്കോബ്, യോസ, യൂദ, ശീമോൻ ഇവരുടെ സഹോദരൻ. ഇവന് മനസ്സിലായി ഇവൻ യോസേപ്പിൽ തന്നെ ജനിച്ചതാണ്. കാരണം ആദ്യജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന വാക്യമൊന്നും അന്ന് ഉണ്ടായിട്ടില്ലല്ലോ. ഇവൻ വിചാരിച്ചു ഇവരുടെ മകനാണെങ്കിൽ ജഡപ്രകാരമുള്ള മകനായിരിക്കും. ജഡപ്രകാരമുള്ള മകനാണെങ്കിൽ
ഇവൻ്റെ മരണശേഷം ഈ ആത്മാവിൻ്റെ മേൽ എനിക്കാണ് അധികാരം. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണം. അവിടം വരെയാണെന്ന് ആ വാക്യമുള്ളായിരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അതിൻ്റെ താഴെ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിന് ശേഷം കർത്താവ് വാക്യം നീട്ടി കോളിട്ടിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തൻ്റെ. വിശദീകരിക്കാൻ പോവുക. യേശു കുരിശിൽ മരിച്ചു. പിശാചൊരു വലിയ മാലപ്പടക്കവും വെച്ച് തിരികൊളുത്തിയെങ്കിലും ഒറ്റപ്പടക്കവും പൊട്ടിയിട്ടില്ല. എന്താ കാര്യം? അന്ന് മുതൽ പടക്കം പൊട്ടാൻ ആരംഭിച്ചത് സ്വർഗത്തിലാണ്. കാരണം ഇന്ന് രാത്രിയിലും ആരെങ്കിലും യേശുവിൻ്റെ കുരിശിനെ വിശ്വസിച്ചാൽ, ക്രൂശിൻ്റെ സാധ്യതയെ അംഗീകരിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ, നിൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ സന്തോഷിക്കുന്നതിന് മുമ്പ് സ്വർഗം സന്തോഷിക്കുമെന്നാ ദൈവത്തിൻ്റെ വചനം. യേശുവിൻ്റെ കുരിശിലെ മരണത്തിൽ സ്വർഗത്തിൽ മാലപ്പടക്കം നിർത്താതെ ഒട്ടിയപ്പം പിശാച് ചോദിച്ചു, ഇയാൾ എത്താൻ അവിടെ നിന്നാ പടക്കം പൊട്ടുന്നതെന്ന്. ദൈവം പറഞ്ഞു, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. നീ അത് എല്ലാ മനുഷ്യൻ്റെയും നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുക. നീ ഭാവിയ, നീ മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണം. മരിച്ചു കഴിയുമ്പോൾ നിന്നെ ഞാൻ എവിടെ കൊണ്ടുപോകും? നരകത്തിലേക്ക് കൊണ്ടുപോകും. ദൈവം പറഞ്ഞു, ഞാൻ ആ സ്റ്റിക്കർ വലിച്ചു മാറ്റിയിരിക്കുന്നു, ഞാനത് പൊളിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞു, എങ്ങനെ പൊളിക്കും? ഞാനാ മരണത്തിൻ്റെ അധികാരി. എൻ്റെ അധികാരം മാറ്റണമെങ്കിൽ പാപമില്ലാതെ ഒരുവൻ മരിച്ച് എന്നെ ജയിക്കണം. ദൈവം പറഞ്ഞു, ഇവൻ പാപത്തിൽ ജനിച്ചിട്ടില്ല, ഇവൻ പാപത്തിൽ ജീവിച്ചിട്ടില്ല, യേശു പാപം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവൻ മരിച്ച പ്രമാണം എന്നാണെന്നറിയാമോ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് ഇവനും ഇവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ നിന്നെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്നവരൊക്കെ അവൻ വിടിവിച്ചു. ഒന്നുകൂടെ പറയാം, നീ തോറ്റുമോനെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്തും മായ്ച്ച ക്രൂശിൽ തറച്ച നടുവിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് തോറ്റ രാജാക്കന്മാരുടെ കഴുത്തിൽ കാല് വെച്ചിട്ടാണ് യോശുവ വിജയഭേരി മുഴക്കിയതെങ്കിൽ 12ാമത്തെ റൗണ്ടിൽ മേരിക്കോം ഇടിച്ചു ഒതുക്കി ജയാളിയായി റബ്ബറി പ്രഖ്യാപിക്കുന്ന പോലെ എന്റെ യേശുവിന്റെ കുരിശിലെ മരണം സാത്താന്റെ മേലുള്ള, മരണത്തിന്റെ മേലുള്ള, പാപത്തിന്റെ മേലുള്ള ജയത്തിന്റെ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് കരമടിച്ചുന്ന രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കണം. യേശുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ മരണാധികാരിയായ പിശാചിന്റെ മരണാധികാരം യേശു പിടിച്ചു വാങ്ങി. ഇന്ന് രാത്രി മുതൽ പാപിയായി ജീവിച്ച് നീ മരിച്ചാൽ നിന്റെ മേലുള്ള ആത്മാവിന്റെ അധികാരം പിശാചിനാണ്. നിന്നെ അവൻ നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പാപിയായി നിനക്ക് വേണ്ടി പാപമില്ലാത്ത യേശു കുരിശിൽ മരിച്ചെന്ന് വിശ്വസിച്ച് പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞാൽ അവൻ നിന്നെ പാപം ക്ഷമിക്കും. പാപത്തിന്റെ ശമ്പളം മരണമെന്ന സ്റ്റിക്കർ വലിച്ചു മാറ്റിയിട്ട് നീ എന്ന് മരിച്ചാലും നിന്നെ ഉയർപ്പിച്ച് അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഈ രാത്രിയിൽ എൻ്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ പറയട്ടെ, യേശുവിന്റെ കുരിശിലെ മരണത്താൽ പ്രവചനങ്ങൾ നിവൃത്തിയായി. 2 മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ നിവൃത്തിയായി. 3 ശത്രുവായ സാത്താന്റെ തലയവൻ പകർത്ത് കളഞ്ഞു. ഒന്ന് എഴുന്നേറ്റാട്ടം. മരണാധികാരി ആയിരുന്ന ഘോരന പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഈ പാട്ടാണ് നമ്മൾ പാടി ആരാധിക്കും. ഇപ്പോഴല്ല, പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. കണ്ണടയ്ക്കാൻ പറയുമ്പം അടയ്ക്കണം. നേരെ നമ്മൾ കേൾക്കുമായിരുന്നല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, യേശു മലയാള മനോരമയിലെ ഒരു തമാശ കഥയല്ല.
യേശു 2000 വർഷം മുൻപ് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വന്നത് 4000 കൊല്ലം കൊണ്ട് നടപ്പിൽ വരുത്താത്ത പ്രവചനങ്ങൾ നിവർത്തീകരിക്കാനാണ്. ഇനി ഒരാളും ലോകത്തിൽ വരാനില്ല. വരാനുള്ള രക്ഷിതാവ് വന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ വലതുകരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. 2, യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ കോമൺ വാക്കാണ്. നെഞ്ചിലോട്ട് കൈവച്ചു പറ, എൻ്റെ പാപങ്ങൾ പരിഹരിക്കാൻ യേശുവിൻ്റെ കുരിശിലെ യാഗം കൊണ്ട് എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. പിടയ്ക്കുന്ന നെഞ്ചിൽ വിറയ്ക്കുന്ന കരം വെച്ച് വിതുമ്പുന്ന ചുണ്ട് ചലിപ്പിച്ചു പറയണം, എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. കാൽവരി മലമേൽ നോക്കു നീ, കാൽക്കരം ചേർന്നിടാ, ആണിമേൽ തൂങ്ങൂ, കാൽക്കരം ചേർന്നിടാ, ആണിമേൽ തൂങ്ങൂ. ഇന്ന് രാത്രി 2 കരവും നെഞ്ചത്ത് പതിച്ചിരിക്കുമ്പോൾ, അമ്മച്ചി സഹോദരി, നാളെ നേരം വെളുത്ത് ഈ നെഞ്ചു പിടയ്ക്കുമോന്ന് അറിയില്ലല്ലോ. എപ്പോഴാണ് എന്റെ സഹോദര മൃത്യു വരുന്ന അറിയില്ലല്ലോ. കഞ്ഞി കുടിച്ച് കണ്ണടച്ച് കിടക്കുന്ന താങ്കൾ നാളെ നേരം വെളുത്ത് ഉദയസൂര്യനെ കാണുമെന്ന് എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ആർക്കും പറയാനൊക്കില്ല. അതുകൊണ്ട് ഈ പിടയ്ക്കുന്ന നെഞ്ചം നിലയ്ക്കുന്നതിന് മുൻപ് പറ, എൻ്റെ യേശുവിൻ്റെ കുരിശിലെ യാഗം കൊണ്ട് എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇനി ഞാൻ പാപിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സകല പാപങ്ങളും യേശുവോട് ഏറ്റുപറയും എന്ന് പരസ്യമായി ഒന്ന് പറയാമോ? അധരം തുറന്ന് വഴിയെ പോകുന്നവൻ തലകുലുക്കിക്കൊണ്ട് യേശുവിനെ പരസ്യമായി ക്രൂശിച്ചെങ്കിൽ ഈ പരസ്യമായ ഗ്രൗണ്ടിൽ നിന്ന് അലറിപ്പറ, യേശുവേ നീ എനിക്ക് വേണ്ടിയാ മരിച്ചതോ, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ആര് തന്റെ ഇടത്തോടെ ഇന്ന് രാത്രി. 3ാമതായി, എൻ്റെ യേശുവിനെ ഞാൻ സ്വീകരിച്ചത് കൊണ്ട്, എനിക്കുള്ള പ്രവചനങ്ങൾ നിവൃത്തിയായതുകൊണ്ട്, ഇതുവരെ എൻ്റെ കുടുംബത്തിൽ പിശാചെ നീ വാണത് മതി. എൻ്റെ കുടുംബത്തിൽ കുടിയിരിക്കുന്ന ദുർഭൂതങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ, ഈ ദേശത്തിൻ്റെ മേൽ കുടുംബത്തെ ആധിപത്യം പുലർത്തുന്ന അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങൾ, ഇന്ന് രാത്രിയിൽ നിന്റെ തലമുറയെ ഉന്നം വെച്ച് നീങ്ങുന്ന ശത്രുവിന്റെ തീയമ്പുകൾ, ഈ രാത്രിയിൽ കൈയൊന്ന് ഉയർത്തി തടുക്കാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരമൊന്ന് വീശിക്കൊണ്ട് പറ, ഇന്ന് രാത്രിയിൽ ദുഷ്ടനായ പിശാചേ, നിനക്ക് എന്റെ ജീവിതത്തിന്റെ തലമുറ ജീവിതത്തിൽ എന്റെ കുടുംബത്തിന്റെ മേൽ നിനക്കൊരു അവകാശവുമില്ല. നിന്റെ പദ്ധതികൾ യേശു തകർത്തിരിക്കുന്നു എന്ന് യേശു ജയാളിയാണ്. ആ കരമൊന്ന് ചേർത്തടിച്ച് അല്പനേരം ദൈവത്തെ സ്തുതിച്ച് പിശാചിന്റെ വാഴ്ചകൾ അവസാനിക്കട്ടെ, അവന്റെ തേർവാഴ്ചകൾ തകരട്ടെ. നിന്നെ നോക്കി പല്ലിളിക്കുന്ന ദുഷ്ടന്റെയാണ് പല്ലുകൾ ഇന്ന് രാത്രിയിലല്ല 2000 വർഷം തകർത്ത് കളഞ്ഞിരിക്കുന്നെന്ന്, ഗതി പിടിക്കത്തില്ലെന്ന്, നീ രക്ഷപ്പെടത്തില്ലെന്ന് നിന്നോട് വാദിച്ചു നിൽക്കുന്ന പിശാചിന്റെ പോർവിളികൾ എന്റെ യേശു കുരിശിൽ തകർത്ത് കളഞ്ഞിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കരമുയർത്തിയും നെഞ്ചിൽ കരം ചേർത്ത് വെച്ചു, കരങ്ങൾ ചേർത്തടിച്ചു, പ്രവചനങ്ങൾ നിവൃത്തിയായെന്നും എനിക്ക് വേണ്ടി ഒരു രക്ഷിതാവ് വന്നെന്നും ആ രക്ഷിതാവ് ക്രൂശിൽ എൻ്റെ പാപങ്ങൾ പരിഹരിച്ചെന്നും ഇനിയും ഞാൻ യേശുവിൻ്റെ മകനും മകളുമായി ജീവിക്കുന്നിടത്തോളം കാലം ഒരു പിശാചിനും എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും സ്വാധീനമില്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ ഇന്ന് രാത്രിയിൽ ഹൃദയത്തിലേക്കും വീട്ടിലേക്കും കൊണ്ടുപോകുവാൻ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തിയവൻ്റെ കുടുംബത്തിൻ്റെ തേർവാഴ്ചകൾ അവസാനിക്കട്ടെ. അവൻ്റെ ശരീരത്തിനകത്ത് രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. ഇരുമ്പിന്റെ ചങ്ങലകൾ ഇന്ന് രാത്രിയിൽ ഉടഞ്ഞു മാറട്ടെ. ക്രൂശ് ദീനരോദനത്തിന്റെ സ്ഥലമല്ലെന്നും ഉയർപ്പിന്റെ സ്ഥലമാണെന്നും വിജയഭേരി മുഴക്കുന്ന സ്ഥലമാണെന്നും ഈ ദേശം ഇതിനകത്ത് തിരിച്ചറിയട്ടെ. കർത്താവ് നിവൃത്തിയാക്കിയ പ്രവചനങ്ങൾക്ക് വേണ്ടി നന്ദി.
പാപപരിഹാരത്തിന് നന്ദി, ശത്രുവിന്റെ തലയെ തകർത്തതിന് നന്ദി. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ രണ്ട് കരവും ചേർത്തടിച്ച് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ.